സമാപന രാത്രിക്കായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കണം. நம்முடைய கன்வென்ஷன் கூட்டத்தின் இறுதி கூட்டத்திற்காக முதலாவதாக தேவனை நன்றியோடு துதிக்கிறோம். ഇന്ന് രാത്രിയിലും ദൈവവചന ശ്രവണത്തിന് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൃപാലുവായ ദൈവം തൻ്റെ ജീവന്റെ സമൃദ്ധിയാൽ നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കണം. இந்த இரவு வேளையிலேயும் தேவ சமூகத்தில் தேவனுடைய வசனத்தை கேட்க வந்திருக்கிறவங்க அனைவரையும் கிருபை நிறைந்தவராக ஆண்டவராக இயேசு கிறிஸ்து தம்முடைய ജീവനാൽ உங்களை நிரப்புவாராக. കഴിഞ്ഞ 2 രാത്രിയിലും സർവശക്തനായ ദൈവം നമ്മുടെ മധ്യേ കടന്നു വന്ന് ദൈവത്തിന്റെ വചനത്തിലൂടെ സമൃദ്ധിയായി നമ്മളെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. கடந்த 2 ராத்திரி வேளையிலேயும் தேவனுடைய வசனத்தை கர்த்தர் நம்மத்தில் சம்பூர்ணமாய் பொழுந்தருளி നമ്മെ ആശീർവദിച്ചു കൊണ്ടേ இருந்தார். ഭൂമിയിൽ ദയയും ന്യായവും നീതിയും നടത്തുന്നവനായൊരു ദൈവത്തെക്കുറിച്ച് പ്രാരംഭ രാത്രിയിൽ നമ്മൾ ദൈവത്തിന്റെ ആലോചന ശ്രമിച്ചു. இந்த பூமியிலே தயையும் நியாயமும் செய்கிறதான ஒரு தேவனை குறித்து முதலாம் ராத்திரியிலே நாம் தேவ செய்தியை கேட்டோம். കഴിഞ്ഞ രാത്രി വീണ്ടെടുപ്പുകാരനായ ഒരു ദൈവത്തെക്കുറിച്ചും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പിനെ കുറിച്ചും തിരുവെഴുത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയുണ്ട്. கடந்த இரவு வேளையிலே நம்மை மீட்டுக் கொள்ளுகிறவராகிய கர்த்தராகிய இயேசு கிறிஸ்துவின் மூலமாக நாம் பெற்றுக்கொள்ளக்கூடிய நன்மைகளையும் கூட நாம் தினத்திலே சிந்தித்தோம். ഇന്ന് രാത്രി നമുക്ക് ആവശ്യമായ ദൈവത്തിന്റെ ആലോചന ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി തരുവാൻ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. இந்த இருவேளையிலேயும் தேவ வசனத்தை கர்த்தர் நமக்கு வெளிப்படுத்தி தரும்படியாக தேவ சமூகத்தில் தேவனுடைய பாதத்தில் நாம் காத்திருப்போம். ഇന്ന് രാത്രിയിലെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമ്മുടെ ചിന്തയെ വിശുദ്ധ പൗലോസ് എഴുതിയ കൊരിന്ത്യ ലേഖനത്തിലേക്ക് കൊണ്ടുപോകാം. இந்த இருவேளையிலே நம்முடைய தியானத்திற்காக பரிசுத்த பவுல் எழுதிய கொரிந்தியர் நிருபத்திற்கு நம்முடைய வேத புத்தகத்தை நாம் திருப்புவோம். 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 15ഉം 16ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ 2-ാം അധികാരം 15-ാം 16-ാം വചനങ്ങളെ വാസിപ്പോം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. ഇവിടെ വിശുദ്ധ പൗലോസ് 2 കൂട്ടരെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. இங்கு பரிசுத்த பவுல் 2 விதமான கூட்டத்தாரை குறித்து எழுதுகிறார். ഒന്ന് രക്ഷിക്കപ്പെടുന്നവരും മറ്റൊന്ന് നശിച്ചു പോകുന്നവരും. முதலாவது கூட்டத்தார் ரட்சிக்கப்படுகிறவர்கள், மற்றொரு கூட்டத்தார் கெட்டு போகிற கூட்டத்தார். വിശുദ്ധ പൗലോസ് പറയുന്നു, ഈ 2 സമൂഹത്തിന്റെ ഇടയിലും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ഞങ്ങൾ ലോകത്തിൽ ജീവിക്കുന്നുവെന്ന്. பரிசுத்த பவுல் சொல்லுகிறார், இந்த 2 கூட்டத்தின் மத்தியிலும் நாங்கள் கிறிஸ்துவின் நற்கந்தமாய் இருக்கிறோம் என்று அவர் சொல்லுகிறார். ഒരു കൂട്ടർക്ക് ഈ സൗരഭ്യവാസന ജീവനിൽ നിന്നും ജീവനിലേക്കുള്ള വാസനയായിട്ട് അനുഭവപ്പെടുന്നു. ஒரு கூட்டத்தாருக்கு இந்த நற்கந்தமானது ஜீவனுக்கு ஏதுவான ஜீவ வாசனையா இருக்கிறது. എന്നാൽ മറ്റൊരു കൂട്ടർക്ക് ഈ സൗരഭ്യവാസന മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള വാസനയായിട്ട് അനുഭവപ്പെടുന്നു. ஆனால் வேறொரு கூட்டத்தாருக்கோ இந்த நற்கந்தமானது മരണത്തിற்கு ഏതുവാன മരണ വാസനയായി കാണപ്പെടുகிறது. വിശുദ്ധ പൗലോസ് ഈ വചനം എഴുതുമ്പോൾ അതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. பரிசுத்த பவுல் இந்த நிருபத்தை எழுதுகிறதான வேளையிலே அதற்கு பின்பாக மறைந்திருக்கிறதான சில காரியங்களை நாம் பார்க்க முடியும். പൗരാണിക കാലത്ത് രാജ്യങ്ങൾ തമ്മിലും ഗോത്രങ്ങൾ തമ്മിലും യുദ്ധങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികമായിരുന്നു. ஆசாரிய வர்க்கத்தின் காலங்களிலே அவர்களுக்குள்ள யுத்தங்களும் பிரச்சனைகளும் ഉണ്ടാകக்கூடிய ഒരു കാലം ഉണ്ടായിരുന്നത്. ഇങ്ങനെ യുദ്ധങ്ങൾ ഉണ്ടാവുന്ന ആ കാലഘട്ടത്തിൽ റോമിൽ നിലനിന്ന ഒരു ആചാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിശുദ്ധ പൗലോസ് ഈ വാക്യം ഉദ്ധരിച്ചിരിക്കുന്നത്. இப்படி பிரச்சனைகள் நடக்கிறதான வேளையில் ரோமபுரியில் இருந்துதான் இந்த பரிசுத்த பவுல் இதை எழுதுகிறார். ഒരു രാജ്യം യുദ്ധം ചെയ്ത് മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നു. ഒരു രാജ്യമാனது യുദ്ധം ചെയ്ത് മറ്റൊരു രാജ്യത്തെ ജയിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് കുറച്ച് ജനങ്ങളെയും കുറച്ച് ഭടന്മാരെയും അടിമകളാക്കി പിടിച്ച് അവരുടെ രാജ്യത്തിലേക്ക് കൊണ്ടുപോകും. അങ്ങിരിക്കുന്നതാണ് പടை വീരர்களையும் ജനങ്ങളെയും അടിമകളാக പിടിத்து മറ്റൊരു രാജ്യത്തിലേക്ക് അവരെ കൊണ്ടുപോകുகிறார்கள். ഈ അടിമകളായി കൊണ്ടുപോകുന്നവരുടെ അവസ്ഥ വളരെ പരിതാപകരമായ അവസ്ഥയാകുന്നു. இப்படியாக அடிமைகளாக கொண்டு போகிற நிலவரம் மிகவும் பரிதபிக்கப்பட்ட நிலவரமாயிருக்கிறது. അവര് അവിടുത്തെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടുകയും അവർ പീഡിപ്പിക്കപ്പെടുകയും എന്തിനേറെ അവർ കൊല്ലപ്പെടുകയും ചെയ്യുവാനിടയായി. அவர்களை சிறைச்சாலையிலே அடைத்து
அவர்களுக்கு பலவிதமான உபத்திரவங்களை கொடுத்தது மாத்திரமல்ல, அநேகர் அதிலே கொல்லப்படுകയും செய்கிறார்கள். ഈ സാഹചര്യത്തിൽ ഈ രാഷ്ട്രം തിരിച്ച് ആ ശത്രു രാജ്യത്തെ ആക്രമിക്കുവാൻ തുടങ്ങുന്നു. இந்த நேரத்திலே இந்த ராஜ்யமானது திரும்பி அந்த தேசத்தை அது கொள்ளடிக்க பிரயாசப்படுகிறது. ആ രാജ്യത്തോട് യുദ്ധം ജയിച്ച് അവരുടെ അടിമകളായി പിടിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കി അവർ തിരിച്ചു കൊണ്ടുവരും. அந்த ராஜ்யத்திற்கு விரோதமாக யுத்தம் செய்து அடிமையாக்கப்பட்டவரை விடுதலையாக்கி சொந்த தேசத்துக்கு அவர்களை கொண்டு வருகிறார்கள். അത് മാത്രമല്ല, ആ രാജ്യത്തിൽ നിന്നും കുറച്ച് പൗരന്മാരെ അടിമകളാക്കി പിടിച്ച് ഈ ദേശത്തേക്കും തിരിച്ചു കൊണ്ടുവരും. அந்த ராஜ்யத்தில் ஜீவிக்கிற குடியுரிமையாய் இருக்கிறவர்களையும் கூட அடிமையாக்கி கொண்டு வருகிறார்கள். ഇവിടെ രണ്ട് കൂട്ടരെ ഈ യുദ്ധത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. இந்த யுத்தத்திலே ரெண்டு விதமான கூட்டத்தாரை நாம் பார்க்கலாம். ഒന്ന് സ്വതന്ത്രരാക്കി തീരുന്നതായ അടിമകള്, முதலாவது விடுதலையாக்கப்பட்ட அடிமைகள், രണ്ട് അടിമകളായി പിടിക്കപ്പെടുന്നവര്, இரண்டாவது அடிமைகளாக பிடிக்கப்படுகிற கூட்டத்தார். ഇങ്ങനെ ഒരു യുദ്ധം ജയിച്ചു മടങ്ങി വന്ന് കഴിയുമ്പോൾ இப்படி யுத்தத்தை ஜெயித்து திரும்பி வருகிறதான வேளையில் സൈന്യാധിപന് രാജ്യം നൽകുന്നതായ ഒരാദരവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. அந்த சேனாதிபதி கொடுக்கிறதான ஒரு ஆதரவு அந்த நேரத்தில் காலத்தில் ഉണ്ടായിരുന്നത്. അതൊരു പ്രത്യേക ഘോഷയാത്രയായിട്ടായിരുന്നു ആ ആദരവ് സംഘടിപ്പിച്ചിരുന്നത്. அது ஒரு விசேஷமான ஒரு பிரயாணம் போல, ஒரு பவனி போல, ஒரு கோஷ யாத்திரை போல காணப்பட்டது. ആ ഘോഷയാത്രയുടെ പ്രാരംഭ ഭാഗത്ത് പുരോഹിതന്മാർ ധൂപക്കുറ്റിയുമായിട്ട് ധൂപകലശവുമായിട്ട് നിൽക്കും. அந்த ஜெயத்தின் சத்தத்தின் முன்னாட்களிலே ஆசாரியர்கள் தூபவர்க்கத்தை பிடித்து முன்பாக நிற்கிறார்கள். അവരുടെ ധൂപകലശത്തിൽ നിന്നും സൗരഭ്യമുള്ളതായ പുക പുറത്തേക്ക് വമിക്കുവാനിടയായി. அந்த தூபவர்க்கத்திலிருந்து வாசனை வீசக்கூடியதான புகைகள் அங்கே மேலே எழும்புகிறது. ആ പുരോഹിതന്മാരുടെ പിന്നാലെ സ്വതന്ത്രരാക്കപ്പെട്ട അഥവാ രക്ഷിക്കപ്പെട്ട ആ അടിമകൾ അവരിങ്ങനെ അതിന്റെ പിന്നാലെ നടന്നു വരുവാനിടയായി. அந்த ஆசாரியர்களுக்கு பின்பாக ரட்சிக்கப்பட்டவர்கள் இல்லாவிட்டால் விடுதலையாக்கப்பட்ட அடிமைகள் அவருக்கு பின்பாக நடந்து வருகிறார்கள். അതിനുശേഷം ആ രാജ്യത്തിന്റെ സൈന്യാധിപന്റെ നേതൃത്വത്തിൽ സൈന്യം അടുത്ത നിരയിൽ കാണപ്പെടും. அதற்கு பிற்பாடு அந்த ராஜ்யத்தின் சேனாதிபதி அவன் அடுத்து வருகிறான். ആ സൈന്യത്തിന്റെ പിന്നാലെ അടിമകളായി പിടിക്കപ്പെട്ടവർ അതിന്റെ പിന്നാലെ കടന്നു அந்த വരുവാനിടയായി. சேனைகளுக்கு பின்பாக அடிமைகளாக பிடிக்கப்பட்டவர்கள் அவனுக்கு பின்பாக வருகிறார்கள். ഏറ്റവും പിന്നാലെ വീണ്ടും പുരോഹിതന്മാർ നിന്ന് ധൂപക്കുറ്റിയിൽ നിന്നും ധൂപം വീശി സൗരഭ്യം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. மிகவும் கடைசி நேரத்திலே, கடைசி இடத்திலே ஆசாரியர்கள் தூபவர்க்கத்தை பிடித்துக் கொண்டு அங்கே தூபவர்க்கத்தை போட்டுக் கொண்டிருக்கிறார்கள். ഈ ഘോഷയാത്രയുടെ മുൻപിലും പുരോഹിതന്മാർ ധൂപക്കുറ്റി വീശുന്നു, പുറകിലും പുരോഹിതന്മാർ ധൂപക്കുറ്റി വീശുന്നു. இந்த ஆரவாரம் இடுகிறதான வேளையிலே ஆசாரியர்கள் முன்பாகவும் தூபவர்க்கம் போடுகிறார்கள், பின்பாகவும் தூபவர்க்கத்தை போடுகிறார்கள். മുൻപിലെ പുരോഹിതന്മാരുടെ ധൂപക്കുറ്റിയിൽ നിന്ന് വരുന്ന സൗരഭ്യം അവിടെ കടന്നു പോകുന്നതായ ആ ഭടന്മാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവാസനയായിരിക്കും. முன்பாக ஆசாரியர்கள் கொண்டு போய் கொண்டிருக்கிறதான அந்த தூபவர்க்கத்திலிருந்து வருகிறதான வாசனை ஜீவனுக்கு ஏதுவான வாசனையாக இருக்கிறது. കാരണം അവർ ശത്രുവിന്റെ പിടിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാകുന്നു. കാരണം അവர்கள் சத்துருவின் கையில் இருந்து விடுதலையாக்கப்பட்டவர்கள், അവർ മരണത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാകുന്നു. அவர்கள் மரணத்திலிருந்து விடுதலையாக்கப்பட்டவர்கள். എന്നാൽ ഏറ്റവും പുറകുവശത്തുള്ളതായ പുരോഹിതന്മാരുടെ ധൂപക്കുറ്റിയിൽ നിന്ന് വരുന്നതായ ധൂപവർഗം എന്ന് പറയുമ്പോൾ, ஆனால் கடைசியிலே இருக்கிறதான ஆசாரியர்களுடைய கையில் இருக்கிறதான தூபவர்க்கத்திலிருந்து வருகிறதான புகை என்று சொல்லும் பொழுது ആ പുക അടിമകളായി പിടിക്കപ്പെട്ടവരുടെ മൂക്കിലേക്കാണ് കടന്നു ചെല്ലുന്നത്. அந்த புகையானது அடிமையாய் மீட்கப்பட்டவருடைய மூக்கிலே சுவாச வழியாய் போகிறது. അവർക്ക് അതൊരു സൗരഭ്യമായിട്ടല്ല, അത് മരണത്തിലേക്കുള്ള ഒരു വാസനയായിട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. அவர்களுக்கு அது நற்கந்தமாக அல்ல, அது மரணத்துக்குரிய வாசனையாகவே அது வீசிக்கொண்டிருக்கிறது. കാരണം ശത്രുരാജ്യത്തിൽ അകപ്പെട്ടവർ പീഡിപ്പിക്കപ്പെടുവാൻ പോകുന്നു, അവർ അടിമകളാക്കപ്പെട്ടിരിക്കുന്നു, അവർ കൊല്ലപ്പെടുവാൻ പോകുകയാണ്. சத்துருவின் கையிலே, சத்துருவின் ராஜ்யத்திலே அடிமையாக்கப்பட்டவர்கள் அவர்கள் துன்பத்தை அனுபவிக்க போகிறார்கள், அவர்கள் கொல்லப்பட போகிறார்கள். ഇവിടെ രണ്ട് കൂട്ടരെ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ஆனபடியால் இரண்டு விதமான கூட்டத்தாரை இங்கு நாம் பார்க்க முடியும். ഈ സൗരഭ്യവാസന ജീവനിൽ നിന്ന് ജീവനിലേക്ക് അനുഭവപ്പെടുന്നതായ ഒരു കൂട്ടര്, ஜீவனுக்கு ஏதுவான ஜீவனிலிருந்து போகிறதான நற்கந்தமான ஒரு கூட்டத்தார். ഒരു കൂട്ടർക്ക് ഈ സൗരഭ്യവാസന മരണത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ഒരു അനുഭവമായിട്ട് കാണപ്പെടുന്നുണ്ട്. இந்த நற்கந்தமானது ஒரு கூட்டத்தாருக்கு மரணத்திலிருந்து
மரணத்திற்கு ஏதுவாக செல்லுகிறது. ஆகையால் ഇവിടെ രക്ഷിക്കപ്പെട്ടവരെയും നശിച്ചു പോകുന്നവരെയും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. இங்கு ரட்சிக்கப்பட்டவர்களையும் கெட்டு போகிறவர்களையும் கூட நாம் பார்க்க முடியும். ഇന്ന് രാത്രി ഈ കാട്ടാക്കട പട്ടണത്തോട് ഈ ദൈവത്തിന്റെ വചനമാകുന്ന സൗരഭ്യവാസന ഞങ്ങൾ ഇവിടെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. இந்த இரவு வேளையிலே இந்த காட்டாக்கடை தேசத்திலே தேவனுடைய வசனமாகிய அந்த நற்கந்தமான வசனத்தை நாங்கள் அறிவித்துக் கொண்டிருக்கிறோம். ഈ സുവിശേഷത്തിന്റെ സൗരഭ്യം ഈ ദേശത്ത് ഞങ്ങൾ വിതറുമ്പോൾ അത് അനേകർക്ക് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയായി കാണപ്പെടണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. இந்த சுவிசேஷத்தின் நற்கந்தத்தை இந்த தேசத்திலே நாங்கள் விதைக்கிறதான வேளையில் அநேக ஜீவனுக்கு ஏதுவானவர்களாய் மாற வேண்டும். ഇന്ന് ഞങ്ങൾ ഇവിടെ അറിയിക്കുന്ന സുവിശേഷം ഒരു വ്യക്തിക്ക് പോലും മരണത്തിൽ നിന്നും മരണത്തിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയിലായി തീരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് இந்த ചെയ്യുന്നത്. ராத்திரி வேளையிலே நாங்கள் அறிவிக்கிறதான இந்த நற்செய்தி ஒருவருக்கும் மரணத்திற்கு ஏதுவான நற்செய்தியாய் மாறாதிருக்க வேண்டும் என்று நாங்கள் ஜெபிக்கிறோம். ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ രണ്ട് കൂട്ടരായി നമുക്ക് തിരിക്കുവാൻ സാധിക്കും. உலகத்தில் ஜீவிக்கிறதான மனிதர்களை இரண்டு விதமான கூட்டத்தாராய் பிரிக்கலாம். ഒന്ന് നിത്യജീവനിലേക്ക് രക്ഷിക്കപ്പെട്ടതായ ഒരു കൂട്ടർ, ஒரு கூட்டத்தார் நித்திய ஜீவனுக்காக நியமிக்கப்பட்டு ரட்சிக்கப்பட்டவர்கள். മറ്റൊരു കൂട്ടർ നിത്യ മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ടതായ നശിച്ചു പോകുന്ന മറ്റൊരു കൂട്ടർ. மற்றொரு கூட்டத்தாரோ நித்திய மரணத்திற்காக நியமிக்கப்பட்டு கெட்டு போகிற கூட்டத்தார். രാത്രി ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരും നിത്യജീവനായി നിയമിക്കപ്പെട്ടവരായി കാണപ്പെടണം. இந்த இறைவேளையிலே நாங்கள் வாஞ்சிக்கிற காரியம் நீங்கள் எல்லாரும் நித்திய ஜீவனுக்காக நியமிக்கப்பட்டவர்களாய் மாற வேண்டும். ആകയാൽ രക്ഷിക്കപ്പെട്ടവരായി തീരുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ரட்சிக்கப்பட்டவர்களாய் மாறும்படிக்கு இந்த இறைவேளையிலே நாங்கள் அன்போடு உங்களை அறிவிக்கிறோம். ദൈവം മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വഴികളെ തുറന്നു വെച്ചിട്ടുണ്ട്. தேவன் மனிதனுக்கு முன்பாக இரண்டு வழிகளை வைத்திருக்கிறார். മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം കൊടുക്കുമ്പോൾ ഇപ്രകാരം പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. மோசேக்கு தேவன் நியாயப்பிரமாணத்தை கொடுக்கும் பொழுது இப்படியாக சொல்கிறார், ജീവനും മരണവും ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ஜீவனையும் மரணத்தையும் நான் உனக்கு முன்பாக வைத்திருக்கிறேன். തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിലുണ്ട്. அதை தெரிந்திருக்க கூடியதான ஒரு காரியம் ஒவ்வொரு நபருக்கு தான் அதிகாரம் உண்டு. നിനക്ക് ജീവനെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മരണത്തെയും വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. உங்களுக்கு ஜீவனை வேண்டுமானாலும் தெரிந்தெடுக்கலாம், இல்லாவிட்டால் மரணத்தையும் கூட தெரிந்தெடுத்துக் கொள்ளலாம். ജീവനെ തിരഞ്ഞെടുക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരായി കാണപ്പെടുവാനിടയായി. ஜீவனை தெரிந்து கொள்ளுகிறவர்கள் ரட்சிக்கப்பட்டவர்களாய் மாறுகிறார்கள். മരണത്തെ തിരഞ്ഞെടുക്കുന്നവർ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാനിടയായി തീരും. மரணத்தை தெரிந்தெடுக்கிறவர்கள் கெட்டு போகிற கூட்டத்துக்குள்ளாக மாற்றப்படுகிறார்கள். നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിലും ഈ വിഷയം ഓർപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து இந்த பூமியிலே ஜீவிக்கிறதான வேளையில் இந்த காரியத்தை அவர் எடுத்துரைக்கிறார். മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വഴികളും രണ്ട് വാതിലുകളും തുറക്കപ്പെട്ടിട്ടുണ്ട്. மனிதனுக்கு முன்பாக இரண்டு வழிகளும் இரண்டு வாசல்களும் துறக்கப்பட்டிருக்கிறது. ഒന്ന് വിനാശത്തിലേക്ക് നാശത്തിലേക്ക് പോകുന്ന വഴി, ஒரு வழி கேட்டுக்கு போகிற வழி. അതിന്റെ വാതിൽ വളരെ വിശാലവും വീതിയുള്ളതുമാകുന്നു. അതിന്റെ வாசல் மிகவும் விரிவான விசாலமாய் இருக்கிறது. അതിന്റെ വീതിയും വളരെ വിശാലമുള്ളതാകുന്നു. അതിന്റെ വീതിയും கூட விசாலமாய் இருக்கிறது. ലോകത്തിൽ അനേക കോടി മനുഷ്യർ ഈ വഴിയിലൂടെ പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. உலகத்திலே அநேக கோடி ஜனங்கள் இந்த வழியில் தான் பிரயாணம் செய்கிறார்கள். എന്നാൽ കർത്താവ് യേശുക്രിസ്തു മറ്റൊരു വഴിയെ കുറിച്ച് കൂടെ പറയുന്നുണ്ട്. ஆண்டவராகிய இயேசு கிறிஸ்து வேறொரு வழியில் சொல்கிறார். അത് ജീവനിലേക്ക് പോകുന്ന വഴിയാകുന്നു. ஜீவனுக்கு போகிற வழி. ആ വഴി വളരെ ഇടുക്കവും ഞെരുക്കവുമുള്ളതാകുന്നുവെന്ന് യേശുക്രിസ്തു പറഞ്ഞു. அந்த வழி இடுக்கவும் நெருக்கமான வழியாயிருக்கிறது. അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമെന്നും യേശുക്രിസ്തു പറയുകയുണ്ടായി. இதை கண்டுபிடிக்கிறவர்கள் மிகவும் கொஞ்சம் பேர் மாத்திரமே என்று இயேசு சொல்கிறார். ആകയാൽ മനുഷ്യന്റെ മുമ്പിൽ രണ്ട് വഴികളെ ദൈവം തുറന്നു വെച്ചിരിക്കുകയാണ്. ஆனபடியால் மனிதனுக்கு முன்பாக இரண்டு வழிகளை தேவன் திறந்து வைத்திருக்கிறார். ഒന്ന് നിത്യജീവനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന വഴി. ஒன்று வழி நித்திய ஜீவனுக்குள்ளாக மனிதனை கொண்டு போகிற வழியாயிருக்கிறது. മറ്റൊരു വഴി എന്ന് പറയുന്നത് നിത്യ നരകത്തിലേക്കും മരണത്തിലേക്കും മനുഷ്യനെ നടത്തുന്നതായ വഴി. மற்றொரு வழியோ நித்திய நரகத்துக்கும் கெட்டு போகிற வழியிലേക്ക് നടത്തக்கூடிய വഴിയായിരിக்கிறது. ലോകത്തിൽ എത്രയോ കോടി മനുഷ്യർ നരകത്തിലേക്ക് നിത്യ മരണത്തിലേക്ക് പ്രയാണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. இன்றைக்கு உலகத்திலே அநேக கோடி ஜனங்கள் இந்த நித்திய நாசத்துக்கு நேராக மரணத்துக்கு நேராக பிரயாணம் செய்கிறார்கள். ഈ കാട്ടാക്കട പട്ടണത്തിൽ ഈ കൺവെൻഷൻ ഞങ്ങൾ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത്, இந்த காட்டாக்கடை தேசத்திலே நாங்கள் கன்வென்ஷன் கூட்டத்தை நடத்துகிற நோக்கம் தான் என்ன? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായി തീരണം. நீங்கள் ரட்சிக்கப்பட்டவர்களாய் மாற നിങ്ങൾ வேண்டும். ജീവന്റെ വഴിയെ തെരഞ്ഞെടുത്ത്
തിരഞ്ഞെടുക്കുന്നവരായി തീരണം. நீங்கள் ஜீவனுள்ள வழியை தெரிந்தெடுக்க வேண்டும். നിങ്ങൾ നിത്യജീവന്റെ അവകാശികളായി മാറ്റപ്പെടണം. நித்திய ஜீவனுக்கு சுதந்திரவாளிகளாய் நீங்கள் மாற்றப்பட வேண்டும். അതിനുവേണ്ടിയാണ് ഈ സുവിശേഷം ഇന്ന് രാത്രി ഞങ്ങൾ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത്. இதற்காகவே இந்த சுவிசேஷம் இந்த ராத்திரி வேளையிலே இந்த தேசத்தோடு நாங்கள் அறிவிக்கிறோம். സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം കടന്നു വരും. எழுத்தின் பிரகாரமாக നമ്മുടെ மனதில் ஒரு கேள்வி வரலாம். നമുക്ക് എപ്രകാരം നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് സാധിക്കും? நமக்கு நித்திய ஜீவனை எப்படி தான் பெற்றுக்கொள்ள முடியும்? നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ தேவ வசனத்தை நாம் பரிசோதிக்கும் பொழுது സുവിശേഷത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്നതായ ഒരു ചോദ്യമായിട്ട് ഇതിനെ കണ്ടെത്തുവാൻ സാധിക്കും. சுவிசேஷங்களிலே அநேக இடங்களில் கேட்கக்கூடிய ஒரு கேள்வியா இருக்கிறது. കർത്താവിന്റെ അരികിൽ വന്ന് ചോദിക്കുകയാണ്, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരിക്കുന്നത്? கர்த்தரிடத்தில் வந்து ஒருவன் கேட்கிறான், ஆண்டவரே நித்திய ஜீவனை பெற்றுக்கொள்ள நான் என்ன செய்ய வேண்டும்? ഒരിക്കൽ വിശുദ്ധ പൗലോസിന്റെ അടുക്കൽ ഒരു കാരാഗൃഹ പ്രമാണിയും സമാനമായ ഒരു ചോദ്യം ചോദിച്ചു. ஒரு முறை சிறைச்சாலையிலே இருக்கிறதான ஒரு நபர் பவுலிடத்தில் இப்படியாக ஒரு கேள்வியை கேட்டார். രക്ഷിക്കപ്പെടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പൗലോസിനോട് ചോദിക്കുക. ரட்சிக்கப்படும்படி நான் என்ன செய்ய வேண்டும்? ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. இந்த கேள்விக்கு பதில் ஒரே வரியா இருக்கிறது. കാരാഗൃഹ പ്രമാണിയോട് പൗലോസ് പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക. அந்த சிறைச்சாலைக்காரனோடு பவுல் சொல்கிறார், கர்த்தராகிய இயேசு கிறிஸ்துவை விசுவாசி. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. கர்த்தராகிய இயேசு கிறிஸ்துவை விசுவாசி, அப்பொழுது நீயும் உன் குடும்பமும் ரட்சிக்கப்படுவீர்கள். മനുഷ്യന് നിത്യജീവനെ പ്രാപിക്കുവാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. மனிதன் நித்திய ஜீவனை பெற்றுக்கொள்ள ஒரே வழி இருக்கிறது. அந்த வழிதான் நம்முடைய ஆண்டவராகிய இயேசு கிறிஸ்துவா இருக்கிறார். യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നിത്യജീവനെ പ്രാപിക്കുവാൻ സാധിക്കും. இயேசு கிறிஸ்துவை எந்த நபர் விசுவாசிக்கிறார்களோ அவர்கள் நித்திய ஜீவனை பெற்றுக்கொள்ளுகிறார்கள். യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ யோவான் எழுதின சுவிசேஷம் 3-ாம் அதிகாரத்துக்கு வரும் பொழுது അതിന്റെ 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 36-ാം വചനത്തിൽ இப்படியாக வாசிக்கிறோம், പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. കുമാരനത്തിൽ വിശ്വാസിക്കുന്നവനുക്ക് നിത്യ ജീവൻ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിക്കാം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. അവിടെ തിരുവെടുത്ത് പറഞ്ഞു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. വേദവചനം சொல்லுகிறது, കുമാരനത്തിൽ വിശ്വാസമായിരിക്കുന്നവനുക്ക് നിത്യ ജീവൻ ഉണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവനോ നിത്യജീവനെ കാണുകയില്ല എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. യേശു ക്രിസ്തുவை எந்த நபர் விசுவாசியாமல் இருக்கிறானோ அவன் நித்திய ஜீவனை காண்பதே இல்லை. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യോവാൻ സുവിശേഷം 1-ാം அதிகாரம் 12-ാം വചനത്തെ വാസിക്കും பொழுது അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, அங்க இப்படியாக படிக்கிறோம், അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. அவருடைய நாமத்தின் மேல் விசுவாசம் உள்ளவர்களாய் அவரை ஏற்றுக்கொண்டவர் எத்தனை பேரோ அத்தனை பேர்களும் தேவனுடைய பிள்ளைகளாகும்படி அவர்களுக்கு அதிகாரம் கொடுத்திருக்கிறார். അതിൽ ഇന്ന് രാത്രി ജീവനിലേക്ക് നീ പ്രയാണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ஆனபடியால் இந்த இருவேளையிலே ஜீவனுடைய வழியில் பிரயாணம் செய்ய நீ விரும்புவாயானால், മരണത്തിനപ്പുറത്ത് നിത്യജീവന്റെ അവകാശിയായി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, உன்னுடைய மரணத்துக்கு பிற்பாடு உள்ளதான வாழ்க்கையை நித்திய ஜீவனை பெற்றுக்கொள்ள நீ விரும்புவாயானால், നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായിരിക്കണം. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவில் நீ விசுவாசிக்க வேண்டும். യേശുവിനെ നിന്റെ ജീവിതത്തിൽ കൈക്കൊള്ളുന്നവനായി കാണപ്പെടുവാൻ ഇടയായി. இயேசு கிறிஸ்துவை உன் வாழ்க்கையிலே நீ ஏற்றுக்கொள்ள வேண்டும். യേശുവിൽ വിശ്വസിക്കുക, യേശുവിനെ കൈക്കൊള്ളുക എന്ന് പറയുമ്പോൾ, இயேசுவை விசுவாசிப்பதும் இயேசுவை கைக்கொள்வதும் ஏற்றுக்கொள்வதும் என்று சொல்லும் பொழுது, അത് വെറുതെ ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. நான் இயேசுவை விசுவாசிக்கிறேன் என்று சொல்லி சும்மா சொல்லி காரியம் இல்லை. പലരും പറയാറുണ്ട്, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറയാറുണ്ട്. அநேகர் சொல்லுகிறார்கள், நாங்களும் இயேசுவை விசுவாசிக்கிறவர்கள். യേശുവിൽ വിശ്വസിക്കുന്നവരാകുന്നു എന്ന് പറയുന്നത് കൊണ്ട് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ സാധിക്കത്തില്ല. இயேசுவை விசுவாசிக்கிறோம் என்று சொல்வது நிமித்தமாக நித்திய ஜீவனை உன்னால் பெற்றுக்கொள்ள முடியாது. നിത്യജീവനെ പ്രാപിക്കണമെങ്കിൽ ഒരു വ്യവസ്ഥ തിരുവെടുത്തിൽ കാണുവാൻ സാധിക്കും. நித்திய ஜீவனை பெற்றுக்கொள்ளும்படியாக ஒரு நிபந்தனை தேவ வசனத்தில் பார்க்க முடியும். റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിലേക്ക് കടന്നു
കടന്നു വരുമ്പോൾ ரோமர் 10:9 வாசிக்கும் பொழுது നമ്മുടെ വിശുദ്ധ പൗലോസ് നമുക്കത് വെളിപ്പെടുത്തി തരികയാണ് ചെയ്യുന്നത്. பரிசுத்த பவுல் அதை நமக்கு வெளிப்படுத்தி கொடுக்கிறார். യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. இயேசு கிறிஸ்துவை இயேசு என்று உன் வாயினாலே அறிக்கையிட வேண்டும், இருதயத்தில் விசுவாசிக்க வேண்டும். യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. இயேசுவை கர்த்தர் என்று உன் இருதயத்திலே நீ விசுவாசிக்க வேண்டும். ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. தேவன் அவரை மரித்தோரிலிருந்து எழுப்பினார் என்று உன் வாயினாலே அறிக்கையிட வேண்டும். എന്നാൽ നീ രക്ഷിക്കപ്പെടും. அப்படியானால் நீ ரட்சிக்கப்படுவாய். റോമാലേഖനം 10-ാമത്തെ വാക്യം വായിക്കാം. യേശുവിനെ കർത്താവ് എന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്നവിടെ കാണുവാൻ സാധിക്കുന്നു. നീ രക്ഷിക്കപ്പെടുവാய் എന്ന് അങ്ങ് എഴുതപ്പെട്ടിരിക്കുന്നത്. നിത്യജീവന്റെ അവകാശിയായി തീരുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിത്യജീവനെ പെற்றுകൊള്ള നീ വിരുമ്പുവാய், രക്ഷിക്കപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെട നീ വിരുമ്പുവാய், യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. കർത്താവായ യേശുവை കർത്തർ என்பதை உன் இதயத்தில் விசுவாசிக்க வேண்டும். യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, இந்த இயேசுவை கர்த்தர் என்று இதயத்தில் விசுவாசிக்க வேண்டும் என்று சொன்ன அர்த்தம் என்ன? ലോകത്തിൽ അനേക കോടി മനുഷ്യരുണ്ട്. உலகத்திலே அநேக கோடி ஜனங்கள் இருக்கிறார்கள். പലവിധമായ തിന്മകൾക്ക് പാപങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നു. പലവിധமான தீமையான பாவங்களுக்கு அவர் அடிமையாயிருக்கிறார்கள். മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിട്ട് ജീവിക്കുന്നു. മധുപാനത്തിற்கும் போதைப் பொருட்களுக்கும் அடிமையாயிருக்கிறார்கள். സിനിമാശാലകളിലും നാടകശാലകളിലും അവിടെ ജീവിതം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. சினிமாக்களுக்கும் நாடகங்களுக்கும் தன் வாழ்க்கையை ஒப்பு கொடுத்து விடுகிறார்கள். ദുഷ്പ്രവർത്തിക്കും ചൂതുകളിക്ക് അവർ അടിമപ്പെട്ടവരായി ജീവിക്കുന്നു. ദുർക്രിയകൾക്കും അവர்கள் സൂതി വിளையாடுவதற்கு അടിമയായി ഒപ്പ് കൊടുக்கிறார்கள். ഈ പാപമെല്ലാം മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നത് ആരെന്നറിയാമോ? இந்த பாவத்தை எல்லாம் மனிதனை கொண்டு செய்விப்பது யார்? അത് സാത്താനാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. சாத்தான் தான் அந்த பாவங்களை செய்விக்கிறான். തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു, தேவவசனம் இப்படியாக சொல்லுகிறது, പാപം ചെയ്യുന്നവർ പിശാചിന്റെ മകനെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. പാപം ചെയ്യുന്നവൻ പിശാചിനാൽ ഉണ്ടായിരിக்கிறான். മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് പിശാചിന്റെ പ്രവൃത്തിയാകുന്നു. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിപ്പത് പിശാചിൻ ക്രിയയായിരിக்கிறது. മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് പിശാച് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യവിട്ട് പിശാച് என்ன செய்து கொண்டிருக்கிறான்? പിശാച് അവന്റെ മേൽ അവകാശവും അധികാരവും സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പിശാചാനവൻ അവൻ മേൽ സുതന്ത്രത്തെയും അധികാരത്തെയും എടുത്തുകൊള്ളുகிறான். ഒരു വ്യക്തിയെ കൊണ്ട് പാപം ചെയ്യിച്ചിട്ട് പിശാച് അവന്റെ മേൽ അവകാശവും അധികാരവും സ്ഥാപിക്കും. ഒരു നബரை കൊണ്ട് പാപം ചെയ്യവിട്ട് അവൻ മേൽ അവൻ അധികാരത്തെ എടുത്തുകൊള്ളുகிறான். എന്നിട്ട് പിശാച് അവനെ നോക്കി പറയുന്നു, അവനെ பார்த்து பிசாசு சொல்லுகிறான், ഞാനാണ് നിന്നിൽ കർത്തൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. நான் தான் உனக்குள்ளே ஆளுகை செய்து கொண்டிருக்கிறேன். നിന്നെ ഇതൊക്കെ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാകുന്നു. ഇതെല്ലാം செய்ய வைப்பது நான் தான். നീ എന്റെ മകനാകുന്നുവെന്ന് പിശാച് നിന്നെ കുറിച്ച് അവകാശം പറയും. நீ என்னுடைய பிள்ளையாயிருக்கிறாய் என்று பிசாசு உன்னை குறித்து சொல்லிக் கொண்டிருக்கிறார். ഈ സന്ദർഭത്തിലാകുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, இந்த சந்தர்ப்பத்திலே இயேசு கிறிஸ்துவை விசுவாசிக்கிற ஒரு நபர், അവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റുപറയണോ? இருதயத்தினால் விசுவாசித்து வாயினால் அறிக்கையிட வேண்டும். സാത്താനേ, നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. சாத்தானே, உனக்கு என் மேல் ஒரு அதிகாரம் இல்லை. നിനക്ക് എന്റെ മേൽ ഒരു അവകാശവുമില്ല. உனக்கு என் மேல் ஒரு சுதந்திரமும் இல்லை. യേശുവാണ് എന്റെ കർത്താവ്. இயேசு என் ஆண்டவராயிருக்கிறார். യേശുവാണ് എന്നിൽ കർത്തൃത്വം നടത്തുന്നത്. இயேசு தான் எனக்குள்ளே ஆளுகை செய்து கொண்டிருக்கிறார். നീ വായ് കൊണ്ട് വിളിച്ചു പറയണോ? அதை நீ வாயினாலே அறிக்கையிட வேண்டும். സാത്താൻ ലജ്ജിച്ച് നാണിക്കുവാൻ തുടങ്ങും. சாத்தான் வெட்கப்பட்டு தோற்று போவான். പിശാചിന് നിന്റെ മേൽ അധികാരം നഷ്ടപ്പെടുവാൻ തുടങ്ങും. பிசாசு உன்மேல் இருக்கிற அதிகாரத்தை இழந்து போவான். നീ പിശാചിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. பிசாசு உன்னை பார்த்து சவால் விடுகிறான். യേശുവാണ് എന്റെ കർത്താവ്. இயேசு தான் என் ஆண்டவர். എന്താണ് കർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്ന് പറയുന്നത്? ஆண்டவர் என்று சொன்ன அர்த்தம் என்ன? കർത്താവ് എന്ന് പറയുമ്പോൾ ഉടയവൻ എന്നാണ് അതിന്റെ അർത്ഥം. கர்த்தர் என்று சொல்லும்போது சொந்தக்காரன் என்ற அர்த்தம். യേശുവാണ് എന്റെ ഉടമസ്ഥൻ. இயேசு தான் என் உரிமைக்காரன். യേശുവാണ് എന്റെ യജമാനൻ. இயேசு தான் என்னுடைய எஜமானன். യേശുവാണ് എന്റെ നാഥൻ. இயேசு தான் என் நாயகன். യേശുവാണ് എന്റെ അഡോണായി എന്ന് പറഞ്ഞിരിക്കുന്നത്. இயேசு தான் எனக்கு எல்லாவற்றுக்கும் எல்லாமாய் தேவன். കർത്തൃത്വം നടത്തുന്നത് യേശുവാണ്. என்னை ஆளுகை செய்வது இயேசுவாயிருக்கிறார். സാത്താനേ, നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. சாத்தானே, உனக்கு என் மேல்
മേൽ ഒരു അധികാരമില്ല. നീ രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നീ രക്ഷിക്കപ്പെട്ട വിരുമ്പുവായാൽ വായ് കൊണ്ട് വിളിച്ചു പറയണം, വായിനാൽ അറിക്കയിട വേണ്ട. യേശുവേ നീ എന്റെ കർത്താവാകും, ஆண்டவரே நீ என்னுடைய ஆண்டவர், നീയാണ് എന്റെ യജമാനൻ, நீ தான் என் எஜமானன், നീയാണ് എന്റെ ഉടമസ്ഥൻ, நீ தான் உரிமைக்காரன், നീയാണ് എന്റെ അധിപതി എന്ന് நீ പറഞ്ഞിരിക്കുന്നത്. தான் எனக்கு தேச அதிபதி, നീ എന്റെ അഡോണായി ആകുന്നു, நீ எனக்கு அடோனே தெய்வமாயிருக்கிறீர், കൂറിയോസ് ആകുന്നു. நீ எனக்கு சொத்தாயிருக்கிறீர். ഓ, അത് നമ്മൾ വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു. எத்தனை பேர் சொல்லிக் கொண்டிருக்கிறோம்? നമ്മൾ അങ്ങനെ പരസ്യമായി പ്രഖ്യാപനം നടത്തുമ്പോ, நாம் அப்படி வெளியரங்கமாய் சொல்லும் பொழுது പിശാചിന് നമ്മുടെ മേലുള്ള അധികാരം നഷ്ടപ്പെട്ടു പോകും, பிசாசின் அதிகாரத்தை இழந்து போகிறான், നമ്മുടെ മേലുള്ള അവന്റെ അവകാശം നഷ്ടപ്പെട്ടു പോകും, நம்மில் இருக்கிற சுதந்திரத்தை இழந்து போகிறான். നമ്മളത് വിളിച്ചു പറയുമ്പോൾ நாம் அப்படி சொல்லும் பொழுது നാം രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും, நாம் ரட்சிக்கப்பட முடியும், നാം നിത്യജീവന്റെ അവകാശികളായി நாம் തീരുവാനിടയായിത്തീരും. நித்திய ஜீவனுக்கு சொந்தக்காரராய் மாறுவோம். നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ കർത്താവ് എന്ന് പറയുമ്പോൾ, நம்முடைய கர்த்தராയ இயேசு கிறிஸ்துவை நம்முடைய ஆண்டவர் என்று சொல்லும் பொழுது ആരാണ് ഈ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്? இந்த கர்த்தராய இயேசு கிறிஸ்து யார்? എന്തുകൊണ്ടാണ് യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് നീ ഏറ്റു പറയേണ്ടിയിരിക്കുന്നത്? எதற்காக இயேசு கிறிஸ்துவை கர்த்தர் என்று கர்த்தரை இயேசு என்று இருதயத்தில் அறிக்கையிட வேண்டும்? പലരും ചിന്തിക്കുന്നത് அநேகர் சொல்லுகிறார்கள் യേശു എന്ന് പറയുന്നത് ക്രൈസ്തവരുടെ ദൈവം എന്നുള്ളതാണ്. இயேசு என்று சொல்லும் பொழுது அவர்கள் கிறிஸ்தவர்களின் தெய்வம் என்று சொல்லுகிறார்கள். ക്രിസ്ത്യാനികളുടെ ഒരു ദൈവമാണ്, கிறிஸ்துவருடைய தேவன். എല്ലാ മതത്തിനും ദൈവങ്ങളുണ്ട്, எல்லா மதத்திற்கும் தேவர்கள் உண்டு. ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു എന്ന് പറയുന്നത്. അതുപോലെ ക്രിസ്തുവர்களின் தெய்வன் தான் இயேசு என்று சொல்கிறார்கள். കാട്ടാക്കട പട്ടണത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, இந்த இரவேளையிலே காட்டாக்கட தேசத்தோடு நாங்கள் கூப்பிட்டு சொல்லுகிறோம், യേശു കേവലം ക്രൈസ്തവരുടെ മാത്രം ദൈവമല്ല, இயேசு கிறிஸ்து கிறிஸ்தவர்களின் தேவன் மாத்திரமல்ல. 1 യോഹന്നാൻ 5:20 വാക്യത്തിലേക്ക് വരുമ്പോൾ, 1 யோவான் 5 அதிகாரம் 20 வசனத்தை படிக்கும் பொழுது അവിടെ വിശുദ്ധ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, பரிசுத்த யோவான் இப்படியாக சொல்லுகிறார், ആരാണ് കർത്താവ് യേശു ക്രിസ്തു? இந்த கர்த்தராகிய இயேசு கிறிஸ்து யார்? അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. அவன் சத்தியமுள்ள தேவனும் நித்திய ஜீவனுமாயிருக்கிறார். നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து மெய்யான தேவனும் நித்திய ஜீவனுமாயிருக்கிறார். ആകയാൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവീൻ. ஆனபடியால் கர்த்தராகிய இயேசு கிறிஸ்துவை விசுவாசி. യേശു മുഴു ലോകത്തിന്റെയും ദൈവമാകുന്നു. இயேசு முழு உலகத்தின் தேவனாயிருக்கிறார். തിരുവെടുത്തു പറഞ്ഞവൻ ലോകത്തിന്റെ വെളിച്ചമാകും. இயேசு வசனம் சொல்லுகிறது அவன் உலகத்தின் അവൻ வெளிச்சமாயிருக்கிறார். തേജസ്സിന്റെ കർത്താവെന്ന് തിരുവെടുത്തു പറയുന്നു. அவன் மகிமையின் தேவன் என்று சொல்லப்படுகிறது. ലോകത്തിന്റെ പാപം ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് തിരുവെടുത്തു വിളിച്ചു പറയുന്നു. உலகத்தின் பாவத்தை சுமந்து தீர்க்கிற தேவாட்டு குட்டி, മാനവരക്ഷയുടെ നിത്യരക്ഷയുടെ കാരണഭൂതനെന്ന് അവനെ കുറിച്ച് പറയുന്നു. இந்த மனுகுலத்தின் ரட்சிப்புக்காக உலகத்திலே வெளிப்பட்டவர். അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമെന്ന് തിരുവെടുത്ത് വിളിച്ചു പറയും. அவன் ராஜாதி ராஜாவும் கர்த்தாதி கர்த்தர் என்று வசனம் അവൻ சொல்லுகிறார். മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരൻ തിരുവെടുത്ത് വിളിച്ചു പറയും. அவன் உன்னுடைய மீட்டுக் கொள்ளக்கூடிய மீட்புக்காரன் என்று അവൻ சொல்லப்படுகிறார். സമാധാനത്തിന്റെ പ്രഭു എന്ന് തിരുവെടുത്ത് വിളിച്ചു പറയും. அவன் சமாதானத்தின் பிரபு என்று வசனம் சொல்லுகிறது. ആകയാൽ ആ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. ஆனபடியால் கர்த்தராகிய இயேசு கிறிஸ்துவை விசுவாசியுங்கள். ആകയാൽ നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, நித்திய ஜீவனுக்கு சுதந்திரத்துக் கொள்ள நீ விரும்புவாய், മരണത്തിനപ്പുറത്ത് നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ അവകാശം പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, மரணத்திற்கு பிற்பாடு பரலோக ராஜ்யத்திலே நித்திய ஜீவனை நீ பெற்றுக்கொள்ள வேண்டுமானால் നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണം. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவில் நீ விசுவாசிக்க வேண்டும். യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയണം. இயேசு கிறிஸ்துவை கர்த்தர் என்பதை நீ வாயினால் அறிக்கையிட வேண்டும். രാത്രി ഈ ദൈവത്തിന്റെ ആലോചന കേൾക്കുന്ന നീ ഒരു പക്ഷേ വിശ്വാസിയായിരിക്കാം. இந்த இரவேளையிலே இந்த ஆலோசனை கேட்க நீ ஒருவேளை விசுவாசியாய் ഒരു പക്ഷേ இருக்கலாம், ഒരു പുതിയ വ്യക്തിയായിരിക്കാം. ஒருவேளை ஒரு புதிய நபராய் இருக்கலாம். നീ ഹൃദയം കൊണ്ട് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? இருதயத்திலே நீ ஆண்டவரை அறிக்கையிட்டிருக்கிறாயா? യേശുവേ നീ എന്റെ കർത്താവാകും. ஆண்டவரே நீ என்னுடைய தேவன். ഇതുവരെ നീ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ இதுவரை நீ அப்படி சொல்லாதிருப்பாய். രാത്രി നിന്റെ ഹൃദയത്തിൽ നീ പറഞ്ഞോട്ടെ, இந்த இரவேளையிலே உன் இருதயத்திலே சொல்லுவாய், യേശുവേ നീ എന്റെ കർത്താവാകും. இயேசுவே நீ என்னுடைய கர்த்தர், നീ എന്റെ യജമാനാകും. நீ என் எஜமானன், നീയാണ് എന്റെ ദൈവം. நீ தான் என்னுடைய தேவன். ശത്രു പിശാചിന്റെ മേൽ ഒരധികാരവും பிசாசுக்கு என் மேல் ஒரு அதிகாரம் இல்லை. ആകയാൽ നിത്യജീവനെ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? நித்திய ஜீவனை பெற்றுக்கொள்ள என்ன செய்ய வேண்டும்? കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. கர்த்தராகிய
இயேசு கிறிஸ்துவை விசுவாசிக்க യേശുവിനെ வேண்டும். കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ടേറ്റു പറയുക. இயேசு கிறிஸ்துவை கர்த்தர் என்பதை வாயினால் அறிக்கையிட்டு இருதயத்திலே விசுவாசிக்க வேண்டும். രണ്ടാമത് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, நித்திய ஜீவனை பெற்றுக்கொள்ள இரண்டாவது செய்ய வேண்டிய காரியம், മരണത്തിനപ്പുറത്ത് സ്വർഗരാജ്യത്തിൽ അവകാശം പ്രാപിക്കുവാൻ மரணத்திற்கு பின்பாடு பரலோகத்திலே சுதந்திரத்தை பெற்றுக்கொள்ளும்படி യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, யோவான் எழுதின சுவிசேஷம் 12-ாம் அதிகாரம் 50-ாம் வசனத்தை வாசிக்கும் பொழுது, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് വായിക്കും. அவருடைய கட்டளைகளை கீழ்ப்படுகிறவர்களுக்கு நித்திய ஜீவன் உண்டு. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം വായിക്കാം. അവന്റെ കൽപ്പന നിത്യജീവനെന്ന് ഞാൻ അറിയുന്നു. നോക്കുക, യേശുക്രിസ്തുവിന്റെ കൽപ്പനയാകുന്നു നിത്യജീവൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. பாருங்கள், அவருடைய கற்பனை தான் நித்திய ஜீவனா இருக்கிறது. യേശുവിനെ കർത്താവെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, இயேசு கிறிஸ்துவை கர்த்தர் என்பதை விசுவாசித்தால் மாத்திரம் போதாது. ക്രിസ്തീയ ഗോളത്തിൽ ക്രൈസ്തവരുടെ ആഗ്രഹവും അഭിലാഷവും യേശുവിന്റെ മടങ്ങിവരവാകുന്നു. இந்த கிறிஸ்தவ வாழ்க்கையிலே மிகவும் வாஞ்சையும் விருப்பமும் கர்த்தருடைய வருகையாயிருக்கிறது. കർത്താവ് യേശുക്രിസ്തു മടങ്ങി വരുമുള്ള പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിക്കുന്നത്. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து திரும்பி வருவார் என்கிற நம்பிக்கையோடு தான் இந்த உலகத்திலே நாம் ஜீவித்துக் கொண்டிருக்கிறோம். യേശുവിന്റെ മടങ്ങി വരവെങ്കിൽ എടുക്കപ്പെടുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, அந்த இயேசு கிறிஸ்துவின் வருகையிலே நாம் எடுக்கப்பட வேண்டுமானால், കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെട്ട് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ, கர்த்தருடைய வருகையில் எடுக்கப்பட்டு பரலோக ராஜ்யத்திற்குள் பிரவேசிக்க வேண்டுமானால், അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവരായി തീരണം. அவருடைய கட்டளைகளை நாம் பின்பற்ற வேண்டும். അവന്റെ കൽപ്പനകൾ നിത്യജീവനാകുന്നുവെന്ന് നമ്മൾ വായിക്കുകയാണ്. அவருடைய கட்டளை நித்திய ஜீவனாயிருக்கிறது. സ്വാഭാവികമായിട്ടും ചോദിക്കുക, എന്താണ് ദൈവത്തിന്റെ കൽപ്പനകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? இந்த தேவனுடைய கற்பனை என்ன என்பது எழுத்தின் பிரகாரமாக நாம் சிந்திப்போம். തിരുവെഴുത്തിൽ ദൈവത്തിന്റെ അനേക കൽപ്പനകളെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. வேத வசனத்திலே அநேக கட்டளைகளை நாம் பார்க்க முடியும். സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ ഈ കൽപ്പനകൾ നമ്മൾ പാലിക്കുന്നവരായിരിക്കും. பரலோக ராஜ்யத்தில் நீ பிரவேசிக்க வேண்டுமானால் இந்த கட்டளையை நீ பின்பற்ற வேண்டும். ഒന്നാമത്തെ യേശുവിന്റെ കൽപ്പന എന്ന് പറഞ്ഞിരിക്കുന്നത്, முதலாவது இயேசுவின் கற்பனை என்று சொல்லும் பொழுது, നാം മാനസാന്തരപ്പെടണം എന്നുള്ളതാകുന്നു അവന്റെ കൽപ്പന. நாம் மனம் திரும்ப வேண்டும் என்பது அவருடைய கட்டளையாயிருக்கிறது. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, அப்போஸ்தலர் 17-ாம் அதிகாரம் 30-ாம் வசனத்தை படிக்கும் பொழுது, അവിടെ നമുക്ക് ഇപ്രകാരം വായിക്കുവാൻ സാധിക്കും. அங்கே இப்படியாக நாம் படிக்கிறோம், അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ அறியாமை உள்ள காலங்களிலே தேவன் காணாதவள் போல் இருந்தார். ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവ മനുഷ്യരോട് കൽപ്പിക്കുന്നു. இப்பொழுதோ மனம் திரும்ப வேண்டும் என்று எங்கும் உள்ள மனுஷருக்கெல்லாம் கட்டளையிடுகிறார். അപ്പോസ്തലപ്രവൃത്തി 17-ന്റെ 30-ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നുവെന്നാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. தேவன் மனிதனோடு கட்டளையிடுகிறார். എന്താണ് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നത്? இந்த மனுஷனோடு என்ன கட்டளையிடுகிறார்? അറിയായ്മയുടെ ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. அறியாமை உள்ள காலங்கள் நமக்கு இருந்தது. ഈ സത്യദൈവത്തെ അറിയാതെ ജീവിച്ച ഒരു കാലഘട്ടം നമുക്ക് ഉണ്ടായിരുന്നു. இந்த மெய்யான தேவனை அறியாமல் ஜீவித்த ஒரு காலங்கள் இருந்தது. ആ കാലഘട്ടത്തിൽ സകല ദുഷ്പ്രവർത്തികളും നീ ചെയ്തിട്ടുണ്ടായിരിക്കാം. அந்த காலத்திலே அநேக துர்க்கிரியைகளை நாம் செய்து கொண்டிருந்தோம். പക്ഷെ മദ്യത്തിന് അടിമയായി ജീവിച്ചിട്ടുണ്ടായിരിക്കാം. அநேக மயக்க மருந்துகளுக்கு போதைக்கு அடிமையாயிருந்தோம். പലവിധമായ ദുർനടപ്പിന് അടിമപ്പെട്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കാം. பலவிதமான துர்க்கிரியைகளுக்கு நாம் அடிமையாயிருந்தோம். ലോകത്തിൽ ഒരു മനുഷ്യർക്കും ക്ഷമിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പാപത്തിന് അടിമപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. உலகத்திலே ஒரு மனிதனாலும் மன்னிக்க முடியாத பாவத்திற்கு நீ அடிமையாயிருக்கலாம். ആ കാലങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് அந்த காலங்களை எல்லாம் விட்டுவிட்டு ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. தேவன் மனிதனோடு கட்டளையிடுகிறார். ഭൂമിയിൽ എല്ലായിടത്തും, பூமியிலே எல்லா இடத்திலும், ലോകത്തിന്റെ എല്ലാ വൻകരകളിലും, உலகத்தின் எல்லா கண்டங்களிலும், ലോകത്തിലെ സകല മാനവജാതിയോ, உலகத்தில் இருக்கிற எல்லா மனித வர்க்கமும், അവൻ ഏത് ജാതിയിൽ പിറന്നവനായിക്കൊള്ളട്ടെ, அவன் எந்த ஜாதியை ഏത് சேர்ந்தவனானாலும், മതത്തിലുള്ളവനായിക്കൊള്ളട്ടെ, எந்த மதத்தை ഏത് சேர்ந்தவனானாலும், വംശത്തിൽ ജനിച്ചവനായിക്കൊള്ളട്ടെ, ஏது வம்சத்தில் பிறந்தவனானாலும், അവൻ മാനസാന്തരപ്പെടണമെന്ന് ദൈവ മനുഷ്യരോട് കൽപ്പിക്കുന്നു. அவன் மனம் திரும்ப வேண்டும் என்று தேவன் கட்டளை கொடுக்கிறார். അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. தேவனுடைய கட்டளை. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നു. கர்த்தராகிய இயேசு கிறிஸ்து உலகத்திலே வந்தார். 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. 33.5 வருட காலங்கள் பூமியிலே
வாழ்க்கையை ஜீவித்தார். യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം, இயேசுவின் உலகத்தில் ஜீவித்த ஊழியத்தின் ஆரம்ப நாட்களிலே മാർക്കോസിന്റെ സുവിശേഷം 1-ാം വാക്യം, மார்க்கு 9:15 வாசிக்கும் பொழுது യേശു ഇപ്രകാരം പ്രസംഗിച്ചു തുടങ്ങി. இயேசு இப்படியாக சுவிசேஷத்தை ஆரம்பித்தார். എന്തായിരുന്നു യേശുവിന്റെ പ്രസംഗത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്നത്? சுவிசேஷத்தின் ஆரம்பம் என்னவாயிருந்தது? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. காலம் நிறைவேறிற்று, தேவனுடைய ராஜ்யம் சமீபமாயிற்று. ആകയാൽ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയുവീൻ. ஆனபடியால் மனம் திரும்பி தேவனிடத்தில் திரும்பி வாருங்கள். ഇതായിരുന്നു യേശുവിന്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. இதுதான் இயேசு கிறிஸ்துவின் முதலாவது சுவிசேஷம். മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണം. மனம் திரும்பி தேவனிடத்தில் திரும்ப வேண்டும். അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. இது தேவனுடைய கட்டளை. യേശുവിന്റെ ആദ്യത്തെ പ്രസംഗമാണ്. இதுதான் இயேசுவின் முதலாவது பிரசங்கம். ലോകത്തിലെ സകല മനുഷ്യരും മാനസാന്തരപ്പെടണം. உலகத்தில் இருக்கிற எல்லா மனிதர்களும் மனம் திரும்ப வேண்டும். ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും മാനസാന്തരപ്പെട്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. உலகத்திலே எந்த மூலையிலே இருந்தாலும் நீ மனம் திரும்பத்தான் வேண்டும். അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുക, എന്താണ് ഈ മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? மனிதன் கேட்கிறபடி மனம் திரும்புவது என்று சொன்னால் என்ன? അല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ ആവശ്യകത എന്താകുന്നു? மனம் திரும்புவதின் தேவைதான் என்ன? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാനസാന്തരത്തിന്റെ ആവശ്യകത എന്താകുന്നു? ஒரு மனிதனுடைய வாழ்க்கையிலே இந்த மனம் திரும்புதல் எதற்காய் தேவைப்படுகிறது? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ அப்போஸ்தல நடபடிகள் வாசிக்கும் பொழுது 3-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുപോകാം. 3-ാം அதிகாரம் 19-ാം വചനത്തെ നാം പഠിക്കും പൊழுது അവിടെ ഒരു മനുഷ്യൻ മാനസാന്തരപ്പെടേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് വിശുദ്ധ തിരുവെടുത്ത് നമ്മെ ഓർപ്പിക്കുന്നു. அங்கே ஒரு மனிதன் மனம் திரும்பக்கூடிய தேவை என்ன என்பதை எழுதி வைக்கப்பட்டிருக்கிறது. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 19-ാമത്തെ വാക്യം വായിക്കാം. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. தமிழில் 20-ാം വാക്യം, ആകയാൽ ഉങ്ങൾ പാപങ്ങൾ നിവൃത്തി ചെയ്യും പൊരുട്ട് നിങ്ങൾ മനം തിരുമ്പി ഗുണപ്പെടുங்கள். നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് തിരിയണം. പാപങ്ങൾ നിവൃത്തി ചെയ്യും പൊരുട്ട് നിങ്ങൾ മനം തിരുമ്പി ഗുണപ്പെടുங்கள். ലോകത്തിലെ സകല മനുഷ്യർക്കും ദൈവത്തിങ്കലേക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമാകുന്നു. ഉലകത്തിലെ എല്ലാ മനുഷ്യർക്കും ദേവനിടത്തിൽ തിരുമ്പി വരെ ഒരു കാര്യം ഉണ്ടായിരിക്കണം. പാപം ചെയ്ത് മുന്നോട്ട് പോകുന്ന മനുഷ്യ ജീവിതമേ, പാപത്തിനാലെ പാപം ചെയ്ത് മുന്നേറി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മനിത വാർക്കമേ ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. இந்த இரவிலே தேவனுடைய ஆவியானவர் உன்னோடு பேசிக்கொண்டிருக்கிறார். ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞു വരുവാൻ നീ തീരുമാനിച്ചാട്, നീ ദേവനിടത്തിൽ തിരുമ്പി വരുമ്പടി തീരുമാനിപ്പാயாக കർത്താവിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വന്നിട്ട് ആണ്ടവടത്തിൽ കിട്ടി ചേർന്ന് വന്നുവിട്ട് പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുവാൻ നിനക്ക് സാധിക്കുന്നുവെങ്കിൽ, ഉൻ പാപങ്ങളെ ആണ്ടവടത്തിലെ അറിക്കയിടെ ഉന്നാൽ മുടിയുമാനാൽ നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്നാണ് തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഉன்னுடைய പാപങ്ങളെ അവർ നിവൃത്തി ചെയ്യുവാർ. നിങ്ങളുടെ പാപങ്ങളെ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയണം. ഉങ്ങളുടെ പാപങ്ങൾ നിവൃത്തി ആകും പൊരുട്ട് മനം തിരുമ്പി നിങ്ങൾ ഗുണപ്പെട്ടു കൊള്ളുങ്ങൾ. തിരുവെടുത്ത് പഠിക്കുമ്പോൾ ദേവവചനത്തെ പഠിക്കുമ്പോൾ ഒരു വ്യക്തി മാനസാന്തരപ്പെടാതെ ഇരുന്നു കഴിഞ്ഞാൽ, ഒരു നബർ മനം തിരുമ്പാമൽ ഇരുപ്പാർ, അവന്റെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, അവരുടെ പാപങ്ങളെ ദേവനത്തിൽ അറിക്കയിട്ട് അത് വിട്ടുവിടാമൽ ഇരുപ്പാറാണ്. ഒരു പാപിയുടെ അവസ്ഥ ദൈവത്തിന്റെ മുമ്പാകെ എങ്ങനെയായിരിക്കും? ഒരു പാവിയുടെ നിലവരം ദേവനുക്ക് മുൻപാകെ എപ്പടിത്താണ് ഇരിക്കും? 90-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 90-ാം സംഗീതം 8-ാം വചനത്തെ പഠിക്കും പൊழுது അവന്റെ പാപങ്ങളൊക്കെയും യഹോവയുടെ മുമ്പിൽ ഉണ്ടായിരിക്കും. അവരുടെ പാപങ്ങളെല്ലാം ദേവനുക്ക് മുൻപാകെ ഇരിക്കുന്നത്. അവൻ ആരും അറിയാതെ ചെയ്ത രഹസ്യ പാപങ്ങളൊക്കെയും ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ തന്നെ കാണപ്പെടും. അവരുടെ അന്തരംഗ പാപങ്ങളെല്ലാം അവരുടെ മുഖത്തിൻ വെളിച്ചത്തിലെ നിർത്തിനെ. ഒരു വ്യക്തി ജീവിതത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഒരു മനുഷ്യന്റെ வாழ்க்கையில் പാപങ്ങളെ അറിക്കയിട്ട് അവൻ മനം തിരുമ്പാമൽ ഇരുപ്പാനാണ്. പാപങ്ങൾ യഹോവയുടെ മുമ്പാകെ തന്നെ ഇരിക്കും. അവന്റെ പാപങ്ങൾ ആണ്ടവർക്ക് മുൻപാകവേ ഇരിക്കും. അവന്റെ രഹസ്യ പാപങ്ങൾ ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ കാണപ്പെടും. അവന്റെ അന്തരംഗ പാപങ്ങൾ ദേവന്റെ വെളിച്ചത്തിൽ മുഖത്തിൻ വെളിച്ചത്തിൽ നിർത്തി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, യെശയ്യാ
യെശയ്യാ 65-ാം അധികാരം 6-ാം വചനത്തെ പഠിക്കും പൊழுது അവിടെ നമ്മൾ ഒരു പാപിയുടെ അവസ്ഥയെ കുറിച്ച് ഇപ്രകാരം വായിക്കുന്നു. அங்கே ஒரு பாவி நிலவரத்தை குறித்து இப்படியாக படிக்கிறோம். അവന്റെ പാപം ദൈവത്തിന്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു എന്നാകുന്നു വായിക്കുന്നു. அவனுடைய பாவங்கள் அவனுக்கு முன்பாக எழுதி வைக்கப்பட்டிருக்கிறது. ഒരു പാപിയുടെ പാപങ്ങൾ ദൈവത്തിന്റെ മുമ്പാകെ എഴുതി വച്ചിരിക്കുന്നു. ஒரு பாவியின் பாவங்கள் தேவனுக்கு முன்பாக எழுதி வைக்கப்பட்டிருக்கிறது. ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഹോസിയ പുസ്തകത്തിലെ നാം പഠിക്കും പൊழுது അതിന്റെ 7-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. 7-ാം അധികാരം 2-ാം വചനത്തെ പഠിക്കും പൊழுது അവന്റെ ദുഷ്ടതകളെല്ലാം ദൈവം ഓർക്കുന്നുവെന്നാണ് നമ്മൾ വായിക്കുന്നത്. അവന്റെ പൊല്ലാപ്പയെല്ലാം നാം നിனைவில் வைத்து வைத்திருக்கிறேன். സകല ദുഷ്ടതകളും ദൈവം ഓർത്തു വെച്ചിരിക്കുന്നു. അവന്റെ പൊല്ലാപ്പയെല്ലാം தேவன் நினைவிலே வைத்திருக்கிறார். യെശയ്യാ 1-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ 1-ാം അധികാരം 18-ാം വചനത്തെ പഠിക്കും പൊழுது അവന്റെ പാപങ്ങൾ ദൈവത്തിന് മുമ്പാകെ കടുഞ്ചുവപ്പായി കാണപ്പെടുന്നു. அவருடைய பாவங்கள் தேவனுக்கு முன்பாக ரத்தாம்பர சிவப்பாய் இருக்கிறது. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 22-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യിരെമ്യാ 2-ാം അധികാരം 22-ാം വചനത്തെ പഠിക്കും പൊழுது അവന്റെ അകൃത്യ നിമിത്തം അവൻ ദൈവം അവൻ മലിനനായി കാണപ്പെടുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവന്റെ അക്രമത്തിന് നിമിത്തം ദേവനുക്ക് മുൻപാകെ കറയുള്ളവനായി മാറുகிறார். എഫേസ്യലേഖനം 2-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എഫേസ്യർ 2-ാം അധികാരം 13-ാം വചനത്തെ പഠിക്കും പൊழுது അവൻ ദൈവത്തിൽ അകന്ന് ദൂരസ്ഥനായി കാണപ്പെടുവാനിടയായി. അവൻ ദേവനെ വിട്ട് ദൂരമായി ഇരിക്കുന്ന ഒരു നബറായിരിக்கிறார். ആകയാൽ ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഒരു നബർ തന്റെ வாழ்க்கைയിൽ മനം തിരുമ്പാമിട്ടാൽ, പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചില്ലെന്നുണ്ടെങ്കിൽ, പാപങ്ങളെ അറിക്കയിട്ട് ദേവനത്തിലെ ശുദ്ധീകരിപ്പை பெற்றுக்கொள்ளாவிட்டால், അവന്റെ പാപങ്ങളൊക്കെയും ദൈവത്തിന്റെ മുമ്പാകെ തന്നെ ഇരിക്കും. പാപങ്ങളെല്ലാം ദേവനുക്ക് മുൻപാകவே നിൽക്കും. അവന്റെ രഹസ്യ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ മുഖപ്രകാശത്തിൽ വെച്ച്, അവന്റെ അന്തരംഗ പാപങ്ങളെല്ലാം അവന്റെ മുഖത്തിൻ വെളിച്ചത്തിൽ നിർത്തിരി. അവൻ ചെയ്ത സകല പാപങ്ങളും ദൈവം എഴുതി സൂക്ഷിച്ചു അവൻ വെക്കും. ചെയ്യുന്ന എല്ലാ പാപത്തെയും അവർ എഴുതി പാതുകാപ്പാக வைக்கிறார். അവൻ ചെയ്ത ദുഷ്ടതകളെല്ലാം ദൈവം ഓർത്തു വെക്കുന്നു എന്നാണ് അവന്റെ വായിക്കുന്നത്. പൊള്ളാத നിனைவுகளை എല്ലാം நினைத்துக் கொண்டே இருக்கிறார். അവന്റെ പാപങ്ങൾ ദൈവത്തിന് മുമ്പാകെ കടിഞ്ഞുവപ്പായി കാണപ്പെടും. അവന്റെ പാപങ്ങൾ ദേവനുക്ക് മുൻപാക രക്താംബര സിവപ്പായി இருக்கிறது. അവന്റെ അകൃത്യ നിമിത്തം ദൈവനെ മലിനമെണ്ണുവാനിടയായി. അവന്റെ അക്രമത്തിന് നിമിത്തം അവൻ കറയുള്ളവനായി മാറ്റപ്പെടുகிறார். അവൻ ദൈവത്തിൽ നടന്ന് ദൂരസ്ഥനായി കാണപ്പെടും. അവൻ ദേവനെ വിട്ട് ദൂരமாக പോയിക്കൊണ്ടിരിக்கிறார். എന്നാൽ അവൻ അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ஆனால் പാപങ്ങളെ അറിക്കയിട്ട് മാനസാന്തരപ്പെട്ട് மனம் திரும்பி ദൈവമുമ്പാകെ വിശുദ്ധീകരണം പ്രാപിച്ച് ദേവനുക്ക് മുൻപാக பரிசுத்தத்தை பெற்றுக்கொண்டு ഒരു ദൈവവേദനായി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ஒரு தேவனுடைய பிள்ளையாக நீ மாற்றப்படுவாய். അവന്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിക്കും. அவனுடைய வாழ்க்கையிலே சில மாற்றங்கள் உண்டாகும். പിന്നീട് എന്താണ് ദൈവം ചെയ്യുന്നത്? தேவன் என்ன செய்கிறார்? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ தீர்க்கதரிசியின் புத்தகத்தில் வரும் பொழுது അതിന് 38-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 38-ാം അധികാരം 17-ാം വചനത്തെ വായിക്കും നമ്മുടെ பொழுது സകല പാപങ്ങളെയും ദൈവം അവന്റെ പിറകിലേക്ക് എറിഞ്ഞു കളയുന്നു എന്ന് நம்முடைய വായിക്കുന്നു. பாவங்களை எல்லாம் தேவனானவர் அவருடைய முதுகுக்கு பின்னாலே எறிந்து விடுகிறார். നമ്മുടെ സകല പാപങ്ങളെയും ദൈവം അവന്റെ പിറകിലേക്ക് എറിഞ്ഞു കളയും. நம்முடைய பாவங்களை எல்லாம் அவருடைய முதுகுக்கு பின்னாலே எறிந்து விடுகிறார். മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ மீகா 7-ാം അധികാരം 19-ാം വചനത്തെ വായിക്കും பொழுது ഒരു പാവി മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ ഒരു പാവിയാണവൻ മനം തിരുമ്പുകിற വേളയിലെ അവന്റെ പാപങ്ങൾ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയുന്നുവെന്നാണ് വായിക്കുന്നത്. അവന്റെ പാപങ്ങളെ എല്ലാം സമുദ്രത്തിൻ ആഴത്തിലെ പോടുகிறார். എബ്രായ ലേഖനം 8-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എബ്രായർ 8-ാം അധികാരം 12-ാം വചനത്തെ വായിക്കും പൊழுது അവൻ നമ്മുടെ പാപങ്ങളെ പിന്നെ ഓർക്കുക പോലുമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മുടെ പാപങ്ങളെയും അക്രമങ്ങളെയും ഇനി നിனைப்பதே இல்லை. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യെശയ്യാ 5-ാം അധികാരം 18-ാം വചനത്തെ വായിക്കും പൊழுது അവൻ നമ്മെ ഹിമം പോലെ വെളുപ്പിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അവൻ നമ്മെ പഞ്ചை போல வெண்மையாக மாற்றுவார். അവൻ പഞ്ഞി പോലെ നമ്മെ ശുദ്ധിയാക്കി തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ നമ്മെ പഞ്ചை போல தூய்மையாக மாற்றுவார். 1 യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 യോഹന്നാൻ 1-ാം അധികാരം 7-ാം വചനത്തെ വായിക്കും പൊழுது സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വായിക്കുന്നു. സകല പാപങ്ങളെയും നീക്കി നമ്മെ അവൻ ശുദ്ധീകരിக்கிறார். എഫേസ്യലേഖനം 2-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഫേസ്യർ 2-ാം അധികാരം 13-ാം വചനത്തെ വായിക്കും പൊழுது ദൂരസ്ഥരായിരുന്ന നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നു എന്ന് വായിക്കും. ദൂരമായിരുന്ന നിങ്ങൾ ഇപ്പോഴോ അവർക്ക് സമീപമായി മാറ്റപ്പെട്ടീர்கள். ആകെ ഒരു പാപി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പാവി മനം തിരുമ്പുവാനാനാൽ
ദൈവം അവന്റെ സകല പാപങ്ങളും പുറകിലേക്ക് വലിച്ചെറിഞ്ഞു அவருடைய பாவங்கள் எல்லாம் அவர் முதுகுக்கு பின்னாலே போடுகிறார். അവന്റെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് அவருடைய பாவங்களை சமுத்திரத்தின் ஆழத்திலே போடுகிறார். പിന്നീട് അവൻ നമ്മുടെ പാപങ്ങളെ ഓർക്കുക പോലും ചെയ്യുകയില്ല. அவர் நம்முடைய பாவங்களை நினைப்பதே இல்லை. അവൻ നമ്മെ ഹിമം പോലെ വെളുപ്പിക്കും. அவன் நம்மை தூய்மையாக பஞ்சை போல பனியை போல மாற்றுவார். പഞ്ഞി പോലെ നമ്മെ ശുദ്ധിയുള്ളവരാക്കി തീർക്കും. அவன் பனியை போலும் பஞ்சை போலும் தூய்மையாக நம்மை மாற்றுவார். നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. நம்முடைய எல்லா பாவங்களையும் நீக்கி நம்மை சுத்திகரிப்பார். നമ്മെ ദൈവത്തോട് അടുപ്പിച്ചു നിർത്തുവാനിടയിൽ அவர் நம்மை தேவனோடு கிட்டி சேர பண்ணுவார். അത് മാത്രമല്ല ഒരു മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ஒரு மனிதன் மனம் திரும்பி അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുതലെടുത്തു കഴിഞ്ഞാൽ பாவங்களிலே விடுதலை பெற்றுக்கொள்ளும் பொழுது യേശുവിന്റെ രക്തത്താൽ അവന്റെ പാപങ്ങൾ കഴുകപ്പെട്ട് இயேசுவின் இரத்தத்தினாலே அவனுடைய பாவங்கள் கழுகப்பட்டு അവൻ വീണ്ടും ജനനം പ്രാപിച്ച് மறுபடியும் அவன் பிறந்து അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ அவன் ரட்சிக்கப்படுவானானால் ജീവിതത്തിൽ പിന്നീട് സംഭവിക്കുന്നത് அவனுடைய வாழ்க்கையிலே பின்னாடி என்ன சம்பவிக்கிறது? എബ്രായ ലേഖനം 10:22 വാക്യത്തിൽ വായിക്കുന്നു. எபிரேயர் 10:22 வாசிக்கும் பொழுது അവന്റെ കുറ്റബോധത്തിൽ നിന്ന് അവൻ വിടുതൽ പ്രാപിക്കും. அவனுடைய துர்மனசாட்சியிலிருந்து அவன் விடுதலை பெற்றுக்கொள்கிறான். അവന്റെ കുറ്റബോധത്തിൽ നിന്ന് അവന് വിടുതൽ പ്രാപിക്കും. அவன் துர்மனசாட்சியிலிருந்து விடுதலை பெற்றுக்கொள்கிறான். എബ്രായ ലേഖനം 2:15 വാക്യത്തിലേക്ക് വരുമ്പോൾ எபிரேயர் 2:15 படிக்கும் பொழுது അവന്റെ മരണഭയത്തിൽ നിന്ന് അവന് വിടുതൽ പ്രാപിക്കുവാൻ அவன் மரண பயத்திலிருந்து அவனை விடுதலையாக்குகிறார். ഗലാത്യ ലേഖനം 5:1 വാക്യത്തിലേക്ക് വരുമ്പോൾ கலாத்தியர் 5:1 படிக்கும் பொழுது അവനെ കെട്ടിവെച്ചിരിക്കുന്ന എല്ലാ അടിമത്തത്തിൽ നിന്നും അവന് വിടുതൽ പ്രാപിക്കുവാൻ அவனை அடிமையாக்கியிருக்கிற எல்லா நுகத்திலிருந்தும் அவனை விடுதலையாக்குகிறார். ഗലാത്യ ലേഖനം 3:13 വാക്യത്തിലേക്ക് വരുമ്പോൾ கலாத்தியர் 3:13 படிக்கும் பொழுது സകല ശാപങ്ങളിൽ നിന്നും അവന് വിടുതൽ പ്രാപിക്കുവാൻ സാധിക്കും. எல்லா விதமான சாபத்திலிருந்தும் அவன் நம்மை நீங்களாக்கி விடுவிக்கிறார். റോമാലേഖനം 8:1 വാക്യത്തിലേക്ക് വരുമ്പോൾ ரோமர் 8:1 படிக்கும் பொழுது അവൻ നിത്യ നരകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കും. அவன் நித்திய நரகத்தில் நம்மை விடுதலையாக்குகிறார். യോഹന്നാന്റെ സുവിശേഷം 3:18 വാക്യത്തിലേക്ക് വരുമ്പോൾ யோவான் 3:18 படிக்கும் பொழுது ഭയങ്കരമായ ന്യായവിധിയിൽ നമ്മുടെ കർത്താവ് നമ്മെ വിടുവിക്കും. ஒரு பெரிய நியாய விதியில் தீர்ப்பிலிருந்து நம்மை விடுவிக்கிறார். എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ, அப்படியால் என்னை கேட்கிற சகோதர சகோதரிகளே, അവന്റെ കൽപ്പനകൾ നിത്യജീവനാകുന്നു. அவருடைய கற்பனை கட்டளையோ நித்திய ஜீவன். എന്താകുന്നു അവന്റെ കൽപ്പന എന്ന് പറയുന്നത്? அந்த கட்டளை தான் என்ன? മാനസാന്തരപ്പെടണമെന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. மனம் திரும்ப வேண்டும் என்பது தேவனுடைய கட்டளை. ആകയാൽ നിന്റെ ജീവിതത്തിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച് ஆனபடியால் உன்னுடைய வாழ்க்கையிலே பாவங்களை அறிக்கையிட்டு விட்டுவிட்டு യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് இயேசுவின் இரத்தத்தினாலே கழுதலை பெற்றுக்கொண்டு വീണ്ടും ജന്മം പ്രാപിച്ച് மறுபடியும் பிறந்து രക്ഷാനിർണയം പ്രാപിച്ചു കഴിയുമ്പോൾ ரட்சிப்பின் நிர்ணயத்தை பெற்றுக்கொண்டு ഒരു ശുദ്ധമായ മനസാക്ഷി നമുക്ക് കിട്ടും. ஒரு சுத்தமான மனசாட்சி நமக்கு கிடைக்கும். മരണഭയം നമ്മളെ വിട്ടുപോകും. மரண பயம் நம்மை விட்டு மாறும். സകലവിധമായ അടിമത്തങ്ങളും നമ്മളെ വിട്ടുപോകും. எல்லா விதமான நுகங்களும் மாறும். ശാപത്തിന്റെ ശക്തികൾ നമ്മളെ ഒഴിഞ്ഞു പോകും. சாபத்தின் வல்லமைகள் மாறி போகும். നിത്യ നരകം നമ്മളെ വിട്ടൊഴിഞ്ഞു പോകും. நித்திய ஆக்கினை தீர்ப்பு மாறும். ന്യായവിധി നമ്മളെ വിട്ടൊഴിഞ്ഞു പോകും. நியாய தீர்ப்பு நம்மை விட்டு மாறும். ആകയാൽ ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുന്നു, இந்த இரவேளையிலே அன்போடு நாங்கள் அழைத்து சொல்லுகிறோம், മാനസാന്തരപ്പെടുവാൻ തീരുമാനിക്കുകയും மனம் திரும்ப தீர்மானியுங்கள். ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തീരുമാനിക്കുകയും தேவனுடைய கட்டளைகளுக்கு கீழ்ப்படிய தீர்மானியுங்கள். യേശുവിൽ വിശ്വസിക്കുവീൻ. இயேசுவை விசுவாசியுங்கள். രക്ഷിക്കപ്പെടുവാൻ യേശുവിൽ വിശ്വസിക്കുവീൻ. நீ ரட்சிக்கப்படும்படிக்கு இயேசுவை നീ விசுவாசியுங்கள். രക്ഷിക്കപ്പെടുവാൻ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുവീൻ. ரட்சிக்கப்படும்படிக்கு அவருடைய கட்டளைக்கு கீழ்ப்படியுங்கள். രണ്ടാമത്തെ അവന്റെ കൽപ്പന എന്ന് പറയുന്നത് இரண்டாவது அவருடைய கட்டளை என்று சொல்லும் பொழுது വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിക്കണം. விசுவாசம் உள்ளவனாகி தண்ணீர் ஞானஸ்நானம் எடுக்க അത് வேண்டும். ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. அது தேவனுடைய கட்டளை. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-38 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ அப்போஸ்தலர் 2:38 படிக்கும் பொழுது ദൈവസഭയുടെ ആദ്യ പ്രസംഗം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. தேவ சபையிலே முதலாவது பிரசங்கத்தை நாம் பார்க்க முடியும். ഇന്ന് ദൈവസഭയുടെ പാരമ്പര്യത്തെ കുറിച്ച് പലരും അവകാശവും പ്രശംസയും ഒക്കെ പറയുന്നവരാകുന്നു. தேவ சபையை குறித்து അതിന്റെ പാരമ്പര്യത്തെ குறித்து അനേകർ പലവിധങ്ങളിலே சொல்லுகிறார்கள். എന്നാൽ ഈ 2000 വർഷങ്ങൾക്കപ്പുറത്തുള്ള ദൈവസഭയുടെ പ്രാരംഭ പ്രസംഗത്തില് இந்த 2000 வருடங்களுக்கு பிற்பாடு
ദേവസഭയിലെ മുതലാவது പ്രസംഗം என்ன? വിശുദ്ധ പത്രോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പരിശുദ്ധ പേതുരു അങ്ക என்ன சொல்லி இருக்கிறார்? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തലർ 2-ാം അധികാരം 38-ാം വചനത്തെ പഠിക്കും പൊழுது, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങൾ மனம் திரும்பி നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ஒவ்வொருவரும் பாவ மன்னிப்புக்கென்று ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ. ஒவ்வொருவரும் இயேசு கிறிஸ்துவின் நாமத்தினாலே ஞானஸ்தானத்தை பெற்றுக்கொள்ளுங்கள். എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. அப்பொழுது பரிசுத்த ஆவியின் வரத்தையும் கூட பெறுவீர்கள். അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അവിടെ പത്രോസ് പറയണം, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവീൻ. பேதுரு சொல்கிறார், நீங்கள் மனம் திரும்பி பாவ மன்னிப்புக்கென்று நீங்கள் இயேசு கிறிஸ்துவின் நாமத்தினாலே ஞானஸ்தானத்தை பெற்றுக்கொள்ளுங்கள். ജലസ്നാനം ഏൽക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. ஞானஸ்தானம் எடுக்க வேண்டும் என்பது தேவனுடைய கட்டளையாயிருக்கிறது. കർത്താവ് യേശുക്രിസ്തു ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ 33.5 വർഷം ഈ ലോകത്തിൽ ജീവിച്ചു. நம்முடைய கர்த்தராய் இயேசு கிறிஸ்து 33 வருடங்கள் இந்த உலகத்திலே ஜீவித்தார். യേശു 3.5 വർഷം തന്റെ പരസ്യ ശുശ്രൂഷ നിവർത്തിച്ചു. 3.5 வருடங்கள் இந்த உலகத்திலே ஊழியத்தை அவர் முடித்தார். അവൻ മാനവജാതിയുടെ പാപത്തിന് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. மனுகுலத்தின் பாவத்திற்காகவே மரித்து அவர் அடக்கப்பட்டார். അവൻ ഉയർത്തെഴുന്നേറ്റു. அவர் உயிரோடு எழுப்பப்பட்டார். നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്തു. நம்முடைய கர்த்தராய் இயேசு கிறிஸ்து பரத்துக்கு ஏறி போனார். എല്ലാവരും കാണുക, പരസ്യമായി യേശു സ്വർഗ്ഗാരോഹണം ചെയ്തു. எல்லாரும் பார்த்து கொண்டிருக்கையில் அவர் வெளியரங்கமாக அவர் பரமேறி சென்றார். ഒരു മലയിൽ നിന്ന് യേശു സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന തൊട്ട് മുമ്പ്, ஒலிவ மலையில் இருந்து இயேசு பரமேறுவதற்கு கொஞ்சம் முன்பாக തന്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. சீஷர்கள் எல்லாம் கூப்பிட்டார். അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. பெத்தானியா வரைக்கும் கூப்பிட்டு சென்று கைகளை உயர்த்தி அவர்களை ஆசீர்வதித்தார். അവസാനമായിട്ട് അവരോട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. கடைசியாக அவருக்கு சில காரியங்களை எல்லாம் சொல்லிக் கொடுத்தார். നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതിയോടും സുവിശേഷം അറിയിക്കണം. நீங்கள் பூமியின் முழுவதும் சென்று எல்லா ஜாதிகளுக்கும் சுவிசேஷத்தை அறிவிக்க வேண்டும். വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. விசுவாசிக்கிறவர்களை பிதா குமாரன் பரிசுத்த ஆவியினாலே அவர்களுக்கு நீங்கள் ஞானஸ்தானம் தண்ணீரில் கொடுங்கள் என்று சொன்னார். ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. நான் உலகத்தின் முடிவு பரியந்தமும் நான் உங்களோடு கூட இருப்பேன். ഇത് പറഞ്ഞിട്ട് കർത്താവിന്റെ പുണ്യപാദങ്ങൾ ഒരു മലയിൽ നിന്നും മെല്ലവേ ഉയരുവാൻ തുടങ്ങി. இப்படி சொல்லிக் கொண்டிருக்கையில் தானே ஆண்டவருடைய பரிசுத்த பாதங்கள் ஒலிவ மலையில் நின்று பரமேற தொடங்கியது. ശിഷ്യന്മാർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. சீஷர்கள் நோக்கிக் கொண்டிருக்கிறதான வேளையிலே அவர் மேகங்கள் மேல் ഒരു எடுக்கப்பட்டார். മേഘം വന്നവനെ മൂടി, പിന്നെ അവൻ അവരെ കണ്ടില്ല എന്ന് വായിക്കുന്നു. ஒரு மேகத்தினால் அவரை மூடினார், பின்னால் அவரை பார்க்க முடியவில்லை. നമ്മുടെ കർത്താവിന്റെ അവസാനത്തെ സന്ദേശം, நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் கடைசியான தருணங்கள், വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കും. விசுவாசிக்கிறவர்களை பிதா குமாரன் பரிசுத்தாவி நாமத்தினாலே தண்ணீரில் ஞானஸ்தானம் கொடுங்கள். ഈ സന്ദേശം ഏറ്റുകൊണ്ടാണ് പത്രോസ് തന്റെ പ്രസംഗം ആരംഭിച്ചത്. இந்த காரியத்தை ஏற்றுக்கொண்டுதான் பரிசுத்த பேதுரு பிரசங்கத்தை ஆரம்பிக்கிறார். അവൻ പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജലസ്നാനം സ്വീകരിക്കുവിൻ. நீங்கள் மனம் திரும்பி இயேசு கிறிஸ்துவின் நாமத்தினாலே பாவ மன்னிப்புக்கென்று தண்ணீரில் ஞானஸ்தானம் எடுங்கள். അപ്പോസ്തലപ്രവൃത്തി 2:41-42 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, 2-ாம் அதிகாரம் அப்போஸ்தலர் 41-42 வசனங்களை வாசிக்கும் பொழுது നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, அங்கு இப்படியாக படிக்கிறோம். അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. அவருடைய வார்த்தைகளை ஏற்றுக்கொண்டவர்கள் ஞானஸ்தானம் അന്ന് எடுத்தார். ഏകദേശം 3000 പേര് അവരോട് ചേരുവാനിടയായി തീർന്നു. அன்றைக்கு 3000 பேர் ஜனங்கள் அவரோடு சேர்க்கப்பட்டார்கள். അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും പ്രാർത്ഥന കഴിച്ചും പോരുന്നു. அவர்கள் அப்போஸ்தல உபதேசத்திலும் அந்யோன்யத்திலும் அப்பம் பிடுவதிலும் ஜெபம் பண்ணதிலும் உறுதியாய் தரித்திருந்தார்கள். യെരുശലേമിൽ 3000-ത്തിലധികം പേര് അന്ന് സ്നാനമേൽക്കുവാനിടയായി തീർന്നു. எருசலேமிலே 3000 ஜனங்கள் அன்றைக்கு ஞானஸ்தானத்தை பெற்றுக்கொண்டார்கள். അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, அப்போஸ்தலர் 8-ாம் அதிகாரம் 12-ாம் வசனத்தை வாசிக்கும் பொழுது യേശുവിന്റെ മറ്റൊരു ശിഷ്യനായിരുന്നു ഫിലിപ്പോസ്. இயேசுவின் வேறொரு சீஷன் தான் பிலிப்பு. ഫിലിപ്പോസ് ശമരിയയിലേക്ക് കടന്നുപോയി ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിച്ചു.
பிலிப்பானவன் சமாரியா தேசத்திலே சென்று தேவராஜ்யத்தை பிரசங்கித்து வந்தான். യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് ഫിലിപ്പോസ് അവിടെ പ്രസംഗിച്ചു. இயேசு கிறிஸ்துவின் மூலமாக உண்டாகிற ரட்சிப்பை குறித்து அவர் பிரசங்கித்தார். വചനം കേട്ടവരിൽ സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേൽക്കുവാൻ മുന്നോട്ട് കടന്നു. அந்த பிரசங்கத்தை கேட்டவர்கள் ஸ்திரீகளும் புருஷர்களும் ஞானஸ்தானத்தை பெறும்படியாக வந்தார்கள். അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ அப்போஸ்தலர் 8-ാം அதிகாரம் 38-ാം വചനത്തെ പഠിക്കും பொழுது എത്യോപ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയെ കുറിച്ച് കാണുവാൻ സാധിക്കും. எத்தியோப்பியா என்கிறதான ஒரு மந்திரியை குறித்து நாம் படிக்கிறோம். താൻ യെരുശലേമിൽ പെരുന്നാളിന് പോയിട്ട് തിരിച്ച് എത്യോപ്യയിലേക്ക് രഥത്തിൽ മടങ്ങി പോവുകയായിരുന്നു. எருசலேம் பண்டிகைக்கு சென்று திரும்பி எருசலேம் அவன் திரும்பியாக வருகிறதான வேளையில் അവൻ രഥത്തിൽ ഇരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുവാൻ തുടങ്ങി. அவன் ரதத்திலே இருந்து கொண்டு ஏசாயா தீர்க்கதரிசியின் புஸ்தகத்தை வாசிக்கிறான். ഫിലിപ്പോസ് വഴിയിൽ വെച്ച് അവരെ സന്ധിച്ചു. பிலிப்பான் அவன் வழியிலே அவனை பார்க்கிறான். ഫിലിപ്പോസ് രഥത്തിൽ ഇരുന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. பிலிப்பான் அவன் இந்த ரதத்திலே இருந்து கொண்டு இயேசு கிறிஸ்துவின் சுவிசேஷத்தை அறிவிக்கிறான். വഴിയിൽ വെച്ച് ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ அந்த സാധിക്കും. வழியிலே வைத்து அந்த மந்திரியை அவன் ஞானஸ்தானம் கொடுக்கிறான். അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ அப்போஸ்தலன் 10-ാം அதிகாரம் 47-ാം വചനത്തെ വാസിക്കും பொழுது കൊർന്നല്യോസ് എന്ന് പറയുന്നതായ ഒരു ശതാധിപനെ കുറിച്ച് കാണുവാൻ സാധിക്കും. அங்கே கொர்நேலியோ என்கிறதான ஒரு மனிதனை குறித்து நாம் படிக்கிறோம். അവനും ദൈവത്തിൽ വിശ്വസിച്ചവനായിരുന്നു. அவனும் தேவனை விசுவாசித்தவனாயிருந்தான். പത്രോസ് അവിടെ കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ചു. பேதுரு அங்கே சுவிசேஷத்தை அறிவித்தான். അവരെല്ലാവരും വിശ്വസിച്ച് ജലസ്നാനം സ്വീകരിച്ചു. எல்லாரும் விசுவாசித்து ஞானஸ்தானத்தை ஏற்றுக்கொண்டார்கள். ആകയാൽ ജലസ്നാനം ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശമായിരുന്നു. ஆனபடியால் இந்த ஞானஸ்தானமானது முதலாம் நூற்றாண்டு சபையிலே முதலாம் நூற்றாண்டு சபையிலே அஸ்திபாரமான உபதேசமாயிருக்கிறது. നൂറ്റാണ്ടിൽ എല്ലാ ക്രൈസ്തവരും ജലസ്നാനം സ്വീകരിച്ചവരായിരുന്നു. முதலாம் நூற்றாண்டிலே எல்லா கிறிஸ்தவர்களும் ஞானஸ்தானத்தை பெற்றுக் கொண்டார்கள். ജലസ്നാനം ദൈവത്തിന്റെ കൽപ്പനയാകുന്ന തിരുവെടുത്ത് കടിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. ஞானஸ்தானம் தேவனுடைய கட்டளை என்பதை நாம் படிக்கிறோம். സ്വാഭാവികമായിട്ടും ചിലർ ചോദിക്കാറുണ്ട്, சிலர் கேட்கிறார்கள், ഈ ജലസ്നാനമൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? இந்த ஞானஸ்தானம் எல்லாம் எடுக்க தேவை இருக்கிறதா? നല്ലവരായിട്ട് ജീവിച്ചാൽ പോരെ? நல்லவராக ஜீவித்தால் போதாதா? നമ്മൾ ആർക്കും ഒരു ദോഷവും ചെയ്യാതെ நாங்கள் யாருக்கு ஒரு தீமை செய்கிறது இல்லை. പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ച് அநேக ஏழைகளுக்கு உதவி செய்து പ്രാർത്ഥിച്ച് ஜெபம் பண்ணி നമ്മൾ ഭക്തരായി ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകത്തില്ലേ? நாம் மிகவும் பக்தியுள்ளவர்களாய் ஜீவித்தால் நாம் பரலோகத்தில் போக மாட்டோமா? അത് പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. அது போதாதா என்று சிந்திக்கிறவர்களும் உண்டு. പലരും ഞങ്ങളുടെ അരിക്കലും വന്ന് ഈ ചോദ്യം ചോദിക്കാറുണ്ട്. அநேக எங்களிடத்தில் வந்து இந்த கேள்வியை கேட்கிறார்கள், നമ്മൾ നല്ലവരായിട്ട് ജീവിച്ചാൽ പോരെ എന്ന്. நாம் நல்லவராகவே ஜீவித்தால் மாத்திரம் போதாது. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ அப்போஸ்தலர் 10-ാം அதிகாரத்தில் வரும் பொழுது അവിടെ നല്ലവനായ ഒരു പട്ടാള മേധാവിയെ കാണുവാൻ സാധിക്കും. அங்கே நல்லவனாகிய ஒரு பட்டாளத்துக்காரனை நாம் பார்க்கலாம். അവന്റെ പേര് കൊർന്നല്യോസ് എന്നാകുന്നു. அவனுடைய பெயர் கொர்நேலியு. ആ 10-ന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ அவன் 2-ாம் வசனத்தை படிக்கும் பொழுது കൊർന്നല്യോസിനെ കുറിച്ച് പറയുന്നത് இந்த கொர்நேலியை குறித்து படிக்கும் பொழுது അവൻ ഭക്തനായിരുന്നു. அவன் தேவ பக்தி உள்ளவன். അവൻ കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. வீட்டார் அனைவரோடும் தேவனுக்கு பயந்து நடக்கிறவன். പാവപ്പെട്ടവരെ ധാരാളം സഹായിക്കുന്നവനായിരുന്നു. அநேக ஜனங்களுக்கு தான தர்மங்களை செய்கிறவன். എപ്പോഴും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. எப்பொழுதும் தேவனை நோக்கி ஜெபிக்க கூடியவன். ഇത്രയും പോരെ സ്വർഗത്തിൽ പോകാനായിട്ട്? பரலோகத்திற்கு போக இவ்வளவு போதாதா? പാവപ്പെട്ടവരെ സഹായിക്കുന്നവനായിരുന്നു. ஏழைகளுக்கு உதவி செய்கிறவன். എപ്പോഴും எப்பொழுதும் പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ஜெபிக்கிறவன். ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. தேவனுக்கு பயப்படுகிறவன். നല്ല ദൈവഭക്തനായിരുന്നു. நல்ல தேவ பயமுள்ளவனாயிருந்தான். എന്നാൽ എന്താണ് സംഭവിച്ചത്? സംഭവിച്ചதுதான் என்ன? ഏകദേശം ഒരു പകൽ 9-ാം മണി നേരത്തെ ஒரு பகலில் 9-ஆம் மணி நேரத்திலே കൊർന്നല്യോസ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ கொர்நேலியு இப்படி ஜெபித்துக் கொண்டிருக்கிறதான வேளையில் പെട്ടെന്നൊരു മയക്കമുണ്ടായി. உடனடியாக அவன் கொஞ்சம் உறங்கினான். ഒരു ദൈവദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ஒரு தேவதூதன் அவனுக்கு முன்பாக ആ வந்தான். ദൈവദൂതൻ കൊർന്നല്യോസിന്റെ അരികിലേക്ക് കടന്നു വന്നു. அந்த தேவதூதன் கொர்நேலியத்தில் பக்கத்திலே வந்தான். എന്നിട്ട് കൊർന്നല്യോസിനോട് ദൈവദൂതൻ പറഞ്ഞു, கொர்நேலியோடு தேவதூதன் சொல்கிறார், കൊർന്നല്യോസേ, கொர்நேலியவே, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. உன் ஜெபங்களும் உன் தர்மங்களும் எனக்கு முன்பாக எட்டியிருக்கிறது. നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ഒക്കെ എന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. உன் ஜெபங்களும் உன் தர்மங்களும் எனக்கு முன்பாக வந்திருக்கிறது. പക്ഷേ അതുകൊണ്ട് പോരാ. ஆனா அதனால் போதா. നീ ഇപ്പോൾ യോപ്പയിലേക്ക് ആളയച്ചല്ലേ? ആളെ
വിട്ടയച്ച് നീ യോപ്പാവിലെ മനുഷ്യനെ അനുപ്പി തോൽക്കൊല്ലനായി സീമോന്റെ വീട്ടിൽ പാർക്കുന്ന പത്രോസിനെ വരുത്തണം. പേതുരു എന്ന് പേർ കൊണ്ട മറുപേർ കൊണ്ട സീമോൻ പേതുരെ അழைக்க வேண்டும். എന്തിനാണ് പത്രോസിനെ വരുത്തുന്നറിയാമോ? അവനെ എതற்காக അழைக்க வேண்டும்? അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തല 14-ാം അധികാരം 14-ാം വചനത്തെ വായിക്കുമ്പോൾ ദൂതൻ കൊർന്നല്യോസിനോട് പറയുകയാണ്, ദൂതൻ കൊർന്നലിയോട് சொல்லுகிறார், നീയും നിന്റെ കുടുംബവും മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് കൽപ്പിക്കും. നീയും உன் வீட்டார் அனைவரும் ரட்சிக்கப்படுவான வார்த்தைகளை அவன் உனக்கு சொல்லுவான். അപ്പോസ്തല പ്രവൃത്തി 11-14 വാക്യം വായിച്ചാട്ടെ. നീയും നിന്റെ ഗൃഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ എന്നോട് സംസാരിക്കുമെന്ന് ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, നീയും നിന്റെ ഗ്രഹം മുഴുവനും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് കൽപ്പിക്കും. தேவதூதனானவன் சொல்லுகிறார், நீயும் உன் வீட்டார் அனைவரோடும் ரட்சிக்கப்படும்படியான தேவனுடைய வார்த்தைகளை அவன் உனக்கு அறிவிப்பான். കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും എന്റെ മുമ്പിലെത്തി. கொர்நேலியுவே, உன் ஜெபங்களும் உன் தர்மங்களும் எனக்கு முன்பாக வந்திருக்கிறது. പക്ഷേ നീ രക്ഷിക്കപ്പെട്ടേ മതിയാവത്തുള്ളൂ. ஆனால் நீயோ ரட்சிக்கப்பட்டு தான் ஆக வேண்டும். നീ രക്ഷിക്കപ്പെടുവാൻ പത്രോസിനെ വിളിച്ചു വരുത്തുവീ. நீ ரட்சிக்கப்படும்படிக்கு பேதுருவை அழைத்தனுப்பு. നീയും നിന്റെ ഗ്രഹവും രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ പത്രോസിനോട് കൽപ്പിക്കൂ. நீயும் உன் வீட்டார் அனைவரோடும் ரட்சிக்கப்படக்கூடிய வார்த்தைகளை பேதுரு உங்களுக்கு அறிவிப்பான். പത്രോസിനെ അവിടെ വിളിച്ചു വരുത്തി. பேதுருவை கூப்பிட்டு പത്രോസ് പ്രസംഗം ആരംഭിച്ചു. பேதுரு பேசத் தொடங்கினான். എന്താ പ്രസംഗിച്ചത്? என்ன பேசினான்? ഒന്നാമത് പറഞ്ഞു, ദൈവത്തിന് മുഖപക്ഷമില്ല. முதலாவது சொல்லுகிறான், தேவன் முகபாட்சம் இல்லாத. ഏത് ജാതിയിലും ദൈവത്തെ ഭയപ്പെട്ട് അവനെ സേവിക്കുന്നവരെ ദൈവം അംഗീകരിക്കുന്നു. எந்த ஜாதியானாலும் தேவனுக்கு பயப்படுகிறவர்கள் அவரை சேவிக்க வேண்டும். ഇതാദ്യമായിട്ട് പത്രോസ് പറഞ്ഞു. இதன் முதலாவது அவன் சொல்லுகிறான். എന്നിട്ട് കർത്താവ് യേശുക്രിസ്തുവിലൂടെ അറിയിച്ച സുവിശേഷത്തെ കുറിച്ച് പ്രസംഗിച്ചു. கர்த்தராகிய இயேசு கிறிஸ்துவின் மூலமாக அறிவித்த சுவிசேஷத்தை பிரசங்கித்தார். യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചു. யோவான் പ്രസംഗിച്ചതാണ് அந்த ஞானஸ்தானத்தை குறித்து சொல்லுகிறார். നസറേയനായ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതിനെ കുറിച്ച് പ്രസംഗിച്ചു. നസറേയനായ യേശുவை പരിശുദ്ധാവിയിனாலும் വല്ലമയിனாலும் നിറപ്പിനதை പ്രസംഗിച്ചു. രോഗികളെ സൗഖ്യമാക്കിയതിനെ, ഭൂതങ്ങളെ പുറത്താക്കിയതിനെ കുറിച്ച് പ്രസംഗിച്ചു. വ്യാധികൾ സുഖമാനതും പിശാചുകൾ ഓടിനதையும் പ്രസംഗിத்தார். പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ இந்த வார்த்தையை சொல்லிக் கொண்டிருக்கும் பொழுது കൊർന്നല്യോസിന്റെ ഭവനത്തിലുള്ള എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. கொர்நேலியின் வீட்டிலுள்ள எல்லாரின் மீதும் பரிசுத்தாவியானவர் അവർ வந்தார். അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ ആരാധിച്ചു. அவர் அந்நிய பாஷையை பேசி தேவனை ஆராதித்தார்கள். അവർ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ அவர்கள் தேவனை ஆராதித்துக் கொண்டிருக்கும் பொழுது യെരൂശലേമിൽ നിന്ന് വന്ന വിശുദ്ധന്മാർ പത്രോസിനോട് പറഞ്ഞു, எருசலேமிலிருந்து வந்த பரிசுத்தவான்கள் பேதுருவிடத்தில் சொன்னார்கள், നമ്മെ പോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഇവർക്ക് സ്നാനം കൊടുക്കാതിരിക്കുവാൻ ആർക്ക് കഴിയും? நம்மை போல பரிசுத்தாவியை பெற்றுக்கொண்ட இவர்களுக்கு தண்ணீரை விளக்கலாமா? കൊർന്നല്യോസിന്റെ കുടുംബക്കാർക്ക് മുഴുവനും ജലസ്നാനം കൊടുത്തു. கொர்நேலியுவின் வீட்டார் அனைவருக்கும் ஞானஸ்தானம் கொடுக்கப்பட்டது. അതുകൊണ്ട് ആ കുടുംബം രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. அன்று முதல் அந்த குடும்பம் ரட்சிப்பின் அனுபவத்திற்குள்ளே வழிநடத்தப்பட்டது. ആകയാൽ സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. ஆனபடியால் ஞானஸ்தானம் தேவனுடைய கட்டளை. ആകയാൽ നീ രക്ഷിക്കപ്പെടുവാൻ മാനസാന്തരപ്പെടുവീൻ. ஆனபடியால் நீங்கள் ரட்சிக்கப்படும்படிக்கு மனம் திரும்புங்கள். രക്ഷിക്കപ്പെടുവാൻ ജലസ്നാനം സ്വീകരിക്കുവീൻ. ரட்சிக்கப்படும்படிக்கு ஞானஸ்தானத்தை எடுத்துக் கொள்ளுங்கள். അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. இது தேவனுடைய கட்டளை. നീ സ്നാനമെടുക്കുമ്പോൾ യേശുവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. நீ ஞானஸ்தானம் எடுக்கும் பொழுது இயேசுவோடு சேர்க்கப்படுகிறாய். യേശുവിന്റെ മരണത്തിൽ ഒരു പങ്ക് നീ വഹിക്കുകയാണ് ചെയ്യുന്നത്. இயேசுவின் மரணத்தில் ஒரு பங்கை வகிக்கிறாய். യേശുവിനോട് നല്ല മനസാക്ഷി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. இயேசுவோடு ஒரு நல்ல மனசாட்சியை பெற்றுக் கொள்ளுகிறாய். ആകയാൽ അവന്റെ കൽപ്പനകൾ നിത്യജീവനാകും. ஆனபடியால் அவனுடைய கட்டளை நித்திய ஜீவனாயிருக்கிறது. മാനസാന്തരം ദൈവത്തിന്റെ കൽപ്പനയാകും. மனம் திரும்புதல் தேவனுடைய கட்டளை. ജലസ്നാനം ദൈവത്തിന്റെ കൽപ്പനയാകും. ஞானஸ்தானம் தேவனுடைய கட்டளை. വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം ദൈവത്തിന്റെ കൽപ്പനയാകും. விசுவாசத்தினாலே பரிசுத்தாவின் வரத்தையும் கூட பெற வேண்டும். அது தேவனுடைய கட்டளை தான். കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചെങ്കിലേ സാധിക്കട്ടെ. கர்த்தருடைய வருகையிலே எடுக்கப்பட வேண்டுமானால் பரிசுத்தாவியை பெற்றுக்கொண்டுதான் ஆக வேண்டும். കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് രൂപാന്തരപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. கர்த்தருடைய வருகையிலே நாம் மறுரூபமாக்கப்பட வேண்டுமானால் பரிசுத்தாவியானவர் தேவையாயிருக்கிறார். കർത്താവിന്റെ വരവെങ്കിൽ മരിച്ചവർ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവാണ് അവിടെ ഉയർപ്പിക്കുന്നത്. கர்த்தருடைய வருகையிலே மரித்தவர்கள் உயிரோடு எழும்ப வேண்டுமானாலும் அங்கே பரிசுத்தாவியானவர் தேவையாயிருக்கிறார். വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവീൻ.
ஆனபடியால் விசுவாசித்து பரிசுத்த ஆவியை பெற்றுக்கொள்ளுங்கள். വിശുദ്ധ പൗലോസ് പറയുന്നു, பரிசுத்த பவுல் சொல்லுகிறார், രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലോ ரட்சிக்கப்பட்டவர்களுக்குள்ளே നശിച്ചു പോകുന്നവരുടെ ഇടയിലോ கெட்டு போகிறவர்களுக்குள்ளே ഞങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സൗരഭ്യവാസനയാകുന്നു. நாங்கள் தேவனுக்கு கிறிஸ்துவின் நற்கந்தமாய் இருக்கிறோம். ആകെ ആരാണ് രക്ഷിക്കപ്പെടുന്നത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. யாராவது ரட்சிக்கப்பட நாம் சிந்தித்தோம். രണ്ടാമതൊരു കൂട്ടരെ കുറിച്ച് പൗലോസ് പറയുകയാണ്. இரண்டாவது ஒரு கூட்டத்தை பவுல் சொல்லுகிறார், അത് നശിച്ചു പോകുന്നവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. கெட்டு போகிறவர்களை குறித்து சொல்லுகிறார். ആരാണ് നശിച്ചു പോകുന്നവരെന്ന് പറയുന്നത്? இந்த கெட்டு போகிறவர்கள் யார்? 2 തെസ്സലോനിക്കർ 1:10 വരുമ്പോൾ 2 தெசலோனிக்கேயர் 1:10 படிக்கும் பொழுது അവിടെ വിശുദ്ധ പൗലോസ് പറയുകയാണ്, பரிசுத்த பவுல் சொல்லுகிறார், സുവിശേഷം അനുസരിക്കാത്തവർ, சுவிசேஷத்திற்கு கீழ்ப்படியாதவர்கள் യേശുവിന്റെ സിംഹാസനവും தேவனுடைய சிங்காசனமாய் അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് அவருடைய மகிமையை விட்டு விட்டு നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കേണ്ടവർ, நித்திய அழிவாகிய தண்டனை அனுபவிப்பார்கள். ആരാണ് നശിച്ചു പോകുവാൻ പോകുന്നത്? யார் இந்த அழிந்து போகிறவர்கள்? സുവിശേഷം അനുസരിക്കാത്തവർ നശിച്ചു പോകും. சத்தியத்தை விசுவாசிக்காதவர்கள் அழிந்து போவார்கள். സുവിശേഷം അനുസരിക്കാത്തവർ നിത്യ നരകത്തിന് യോഗ്യരായി തീരും. சுவிசேஷத்தை விசுவாசிக்காதவர்கள் அக்கினை தீர்ப்படைவார்கள். ആകയാൽ ഈ കാട്ടാക്കട പട്ടണത്തോട് ഞങ്ങൾ വിളിച്ചു പറയുന്നു, ஆனபடியால் இந்த காட்டாக்கர தேசத்தோடு நாங்கள் கூப்பிட்டு சொல்லுகிறோம், സുവിശേഷം അനുസരിക്കുവീൻ, சுவிசேஷத்தை விசுவாசிக்கீர்கள், യേശുവിൽ വിശ്വസിക്കുവീൻ, இயேசுவை விசுவாசியுங்கள், മാനസാന്തരപ്പെടുവീൻ, மனம் திரும்புங்கள், ജലസ്നാനം സ്വീകരിക്കുവീൻ, ஞானஸ்தானத்தை எடுத்துக் கொள்ளுங்கள், പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവീൻ, பரிசுத்த ஆவியை பெற்றுக் ഈ கொள்ளுங்கள், ലോകത്തിൽ വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുവീൻ, இந்த உலகத்திலே பரிசுத்தத்தோடும் வேறுபாடும் ഈ ஜீவியுங்கள். സുവിശേഷത്തെ തള്ളിക്കളഞ്ഞിട്ട് ജീവിച്ചോ இந்த சுவிசேஷத்தை விட்டு விடுவீர்களானால் നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. நித்திய நியாயவிதியாகி சிற்றை அனுபவிப்பீர்கள். ആകയാൽ ഈ ലോകത്തിൽ രക്ഷിക്കപ്പെടുന്നവരും നശിച്ചു പോകുന്നവരുമുണ്ടെന്ന് വായിക്കുന്നു. ஆனபடியால் இந்த உலகத்திலே கெட்டு போகிறவர்கள் ரட்சிக்கப்படுவதற்காக நாம் படித்தோம். സുവിശേഷം അനുസരിക്കാത്തവർ നശിച്ചു പോകുവാനിടയായി. சுவிசேஷத்திற்கு கீழ்ப்படியாதவர்கள் அவர்கள் கெட்டு போகிறார்கள். രണ്ടാമത് നശിച്ചു പോകുന്നത് ആരാകുന്നു? இரண்டாவது கெட்டு போகிறவர்கள் ഫിലിപ്പി ലേഖനം 3:18 വരുമ്പോൾ பிலிப்பியர் 3:18 படிக்கும் பொழுது അവിടെ വിശുദ്ധ പൗലോസ് പറയുന്നു, அங்கே பரிசுத்த பவுல் சொல்லுகிறார், ചിലർ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. அநேகர் கிறிஸ்துவின் சிலுவைக்கு பகஞ்சராய் இருக்கிறார்கள். ഫിലിപ്പി ലേഖനം 3:18 വായിക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നുവെന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അടുത്തത്, അവരുടെ അവസാനം നാശം, അവരുടെ അവസാനം നാശമെന്ന് തിരുവെടുത്തു പറയുന്നു. அவருடைய முடிவு அழிவு என்பது வசனம் சொல்லுகிறது. ചിലർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു, അവരുടെ അവസാനം നാശം. சிலர் கிறிஸ்துவின் சிலுவைக்கு பகஞ்சராக நடக்கிறார்கள், அவருடைய முடிவோ அழிவு. കർത്താവ് യേശുവിന്റെ ക്രൂശിനെ നിന്ദിക്കുന്നവർ, கர்த்தராகிய இயேசுவின் சிலுவையை நிந்திக்கிறவர்கள், യേശുവിന്റെ ക്രൂശിനെ പകയ്ക്കുന്നവർ, இயேசு கிறிஸ்துவின் சிலுவையை பகைக்கிறவர்கள், നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെ നിസ്സാരമായി കാണുന്നവർ, நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் சிலுவை மரணத்தை நிசாரமாக எளிதாக சிந்திக்கிறவர்கள், അവരുടെ അവസാനം നാശമെന്ന് തിരുവെടുത്ത് വിളിച്ചു പറയുന്നു. அவருடைய முடிவோ அழிவு என்பதை வசனம் சொல்லுகிறது. വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? பரிசுத்த பவுல் என்ன சொல்லுகிறார்? എനിക്ക് കർത്താവ് യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാനൊന്നുമില്ല. கர்த்தராகிய இயேசு கிறிஸ்துவின் சிலுவை அல்லாமல் மேன்மை பாராட்ட எனக்கு ஒன்றுமே இல்லை. എനിക്ക് ഈ ലോകത്തിൽ പ്രശംസിക്കുവാനുണ്ടെങ്കിൽ യേശുവിന്റെ ക്രൂശിലെ പ്രശംസിക്കുവാനുള്ളൂ. இந்த உலகத்திலே நான் தேவ கிறிஸ்துவின் சிலுவை அல்லாமல் வேற ஒன்றை மேன்மை பாராட்டவில்லை. ആ ക്രൂശാണ് എന്നെ രക്ഷിച്ചത്. அந்த சிலுவை தான் என்னை ரட்சித்தது. ആ ക്രൂശാണ് എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞത്. அந்த சிலுவை தான் என் பாவத்தை கழுவியது. ആ ക്രൂശാണ് എന്നെ നീതീകരിച്ചത്. அந்த சிலுவை தான் என்னை நீதிமானாக ആ ക്രൂശാണ് மாற்றியது. എന്നെ വിശുദ്ധീകരിച്ചത്. அந்த சிலுவை தான் என்னை பரிசுத்தமாய் ആ ക്രൂശാണ് എന്നെ மாற்றியது. ദൈവത്തോട് അടുപ്പിച്ചത്. அந்த சிலுவை தான் தேவனோடு கிட்டி ആ சேருமாறாக்கியது. ക്രൂശാണ് എനിക്ക് ശത്രുവിന്റെ മേൽ ജയം തന്നത്. அந்த சிலுவை தான் சத்துரு மேல் எனக்கு ஜெயத்தை ആ தந்தது. ക്രൂശാണ് എന്നെ ദൈവത്തിന്റെ സഭയാക്കി തീർത്തത്. அந்த சிலுவை தான் என்னை தேவ சபையாய் மாற்றிட்டு. ആകയാൽ എനിക്ക് ക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രശംസിക്കുവാനിടയുള്ളൂ. ஆனபடியால் கிறிஸ்துவின்
கிறிஸ்துவின் சிலுவையை நான் மேன்மை பாராட்டுகிறேன். യേശുവിന്റെ ക്രൂശിലൂടെ നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ചു. இயேசுவின் சிலுவையினால என்னெல்லாம் ஆசீர்வாதம். യേശുവിന്റെ ക്രൂശാണ് നമ്മെ നീതീകരിച്ചത്. இயேசுவின் சிலுவை நம்மை நீதிமானாக மாற்றிற்று. ആ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ് നമ്മെ വിശുദ്ധീകരിച്ചത്. சிலுவையில் சிந்தின ரத்தம் நம்மை பரிசுத்தமாய் നമ്മുടെ மாற்றிற்று. പാപങ്ങളെ കഴുകി കളഞ്ഞത്, நம்முடைய பாவங்களை எல்லாம் கழுவி നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചത്, நம்மை தேவனோடு கிட்டி சேர സാത്താന്റെ മേൽ നമുക്ക് ജയം തന്നത്, சாத்தானின் மேல் ஜெயம், വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിനുള്ള ധൈര്യം തന്നത്, பரிசுத்த ஆலயத்துக்குள் பிரவேசிக்க தைரியம், ദൈവത്തിന്റെ വിശുദ്ധ സഭയാക്കി തീർത്തത്, தேவனுடைய பரிசுத்த ஆலயமாய் மாறிற்றது. 2000 വർഷങ്ങൾക്കപ്പുറത്ത് 2000 வருடங்களுக்கு முன்பாக സൃഷ്ടാവായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, சிருஷ்டிகராகிய கர்த்தராகிய தேவன், സകല സൃഷ്ടിക്ക് കാരണഭൂതനായ ദൈവത്തിന്റെ പുത്രൻ, எல்லா சிருஷ்டிக்கும் மூல காரணமானவர், പാപമറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, பாவம் அறியாத பாவம் செய்யாதவர், പാപമില്ലാത്തവൻ, பாவமில்லாதவர், മാനവരാടിയുടെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുവാൻ, மனுகுலத்தின் பாவத்தின் பாவ நிவர்த்தி செய்யும்படி മനുഷ്യന്റെ പാപത്തിന്റെ ഭാരമാകുന്ന കുരിശവൻ ചുമന്നു. மனுகுலத்தின் பாவமாகிய பார குருசை சிலுவையை அவന്റെ அவர் பாவ- சுமந்திருக்கிறார். അവന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശു ക്രൂശിൽ മരിച്ചു. பாவத்துக்கு பரிகாரம் கொடுக்கும்படி இயேசு சிலுவையில் மரித்தார். ഈ ക്രൂശിനെ നിന്ദിച്ചാൽ, இந்த சிலுவையை நிந்தித்தார். ഈ ക്രൂശിനെ വില കുറച്ച് കണ്ടാൽ, இந்த சிலுவையின் விலையை குறைத்து விடுவீர்கள். യേശുവിന്റെ ക്രൂശിന് ദോഷം വരുത്തിയാൽ, இயேசுவின் சிலுவைக்கு நீங்கள் பகஞ்சராக തിരുവെടുത്ത് மாறினால் വിളിച്ചു പറയുന്നു, தேவவசனம் சொல்லுகிறது അവരുടെ അവസാനം നാശമായിരിക്കും. அவருடைய முடிவு அழிவு. ചിലർ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. அநேகர் அழிவுக்கு நேராக போகிறார்கள். രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിൽ നശിച്ചു പോകുന്നവരുടെ ഇടയിലും ரட்சிக்கப்படுபவர்களுக்குள்ளேயும் கெட்டு போகிறவர்களுக்குள்ளே ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ലോകത്തിൽ ജീവിക്കണം. நாங்கள் தேவனாகிய கிறிஸ்துவுக்கு நாங்கள் நற்கந்தமாயிருக்கிறோம். മൂന്നാമത് മറ്റൊരു കൂട്ടരെ കാണുവാൻ സാധിക്കുന്നു. முதலாவது மற்றொரு கூட்டத்தாரை ആരാണ് படிக்கிறோம். നശിച്ചു പോകുന്ന മൂന്നാമത്തെ കൂട്ടർ എന്ന് പറയുന്നത്? இந்த கெட்டு போகிற மூன்றாவது கூட்டத்தார் 2 പത്രോസ് 3:16 വാക്യത്തിലേക്ക് വരുമ്പോൾ 2 பேதுரு 3ஆம் அதிகாரம் 16ஆம் வசனத்தை അവിടെ വിശുദ്ധ வாசிக்கும். പത്രോസ് പറയുകയാണ്, பரிசுத்த பவுல் சொல்கிறார், ചിലർ തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നുവെന്നാണ് വായിക്കുന്നത്. சிலர் வேத வாக்கியங்களை புரட்டுகிறார்கள். അവരുടെ അവസാനം നാശമെന്ന് നമ്മൾ വായിക്കുന്നു. அவருடைய முடிவோ கேடு வரத்தக்கதாகவே അവരുടെ புரட்டுகிறார்கள். നാശത്തിന് വേണ്ടി തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നവരുണ്ട്. அவருடைய அழிவுக்காகவே வேத வாக்கியங்களை புரட்டிக் கொண்டிருக்கிறார்கள். നിർമ്മലമായ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ, பரிசுத்தமான சுவிசேஷத்தை நாங்கள் உங்களுக்கு அறிவிக்கிறோம். ദൈവവചനത്തിന്റെ സത്യങ്ങളെ കോട്ടിക്കളയുന്നവർ ഈ ലോകത്തിലുണ്ട്. வேத வசன சத்தியங்களை புரட்டிக் கொண்டிருக்கிற அநேகர் உண்டு. രക്ഷയ്ക്ക് മാനസാന്തരം ആവശ്യമില്ല എന്ന് പറയുന്നവരുണ്ട്. ரட்சிக்கப்பட மனம் திரும்ப தேவையில்லை என்று சுவிசேஷம் அறிவிக்கிறார்கள். ജലസ്നാനം എടുക്കരുതെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. ஞானஸ்தானம் எடுக்க வேண்டாம் என்று படிப்பிக்கிறார்கள். പരിശുദ്ധാത്മാവ് ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. பரிசுத்த ஆவி இல்லவே இல்லை என்று சொல்லுகிறார்கள். യേശുക്രിസ്തു മടങ്ങി വരത്തില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. இயேசு கிறிஸ்து திரும்பி வரவே மாட்டார் என்று சொல்லுகிறார்கள். സ്വർഗവും നരകവും ഇല്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. பரலோகமும் நரகமும் இல்லை என்று சொல்லுகிறார்கள். തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്ന അനേകരെ ക്രൈസ്തവ കോളത്തിൽ കാണുവാൻ സാധിക്കും. இந்த கிறிஸ்தவ கோலத்திலே வேத வசனங்களை புரட்டிக் கொண்டிருக்கிறவர்கள். തിരുവെഴുത്ത് പറയുന്നു, അവർ നാശത്തിന് വേണ്ടി തിരുവെഴുത്തുകളെ കോട്ടിക്കളയുന്നു. அவர்கள் வசனம் சொல்லுகிறது, அவர்களுக்கு கேடு வரத்தக்கதாகவே புரட்டிக் கொண்டிருக்கிறார்கள். ലോകത്തിൽ അനേകര മനുഷ്യരെ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. உலகத்திலே இப்படிப்பட்டவரெல்லாம் பார்க்க முடியும். ദൈവവചനത്തിന്റെ ആത്മീക സത്യങ്ങളെ കോട്ടിക്കളഞ്ഞ് പഠിപ്പിക്കുന്നവർ, தேவவாசனுடைய ஆவிக்குரிய சத்தியங்களை புரட்டிக் கொண்டிருக்கிறவர்கள், തിരുവെഴുത്തിലെ വചനങ്ങളെക്കാളും പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നവർ, வேத வாக்கியங்களுக்கு பதிலாக பாரம்பரியத்திற்கு முக்கியத்துவம் கொடுக்கிறவர்கள், യേശുവിന്റെ വചനങ്ങൾക്ക് അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകൾക്ക് വിരോധമായി സഭാപിതാക്കന്മാരുടെ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നവര്, இயேசுவின் உபதேசத்திற்கும் அப்போஸ்தலர் உபதேசத்திற்கு விரோதமாக அநேக பாரம்பரியத்தை படிப்பிக்கிறவர்கள். എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, என்னை கேட்கிற சகோதர சகோதரிகளே, നാശത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ അകപ്പെട്ടു പോകരുത്. கெட்டு போகவுடைய கூட்டத்திலே நீங்கள் சிக்குண்டு போக வேண்டாம். വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? பரிசுத்த பவுல் என்ன சொல்கிறார்? രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ரட்சிக்கப்படுபவர்களுக்குள்ளே നശിച്ചു പോകുന്നവരുടെ ഇടയിലും கெட்டு
போகிறவருக்குள்ளே ഞങ്ങൾ ക്രിസ്തുവിന് ദൈവത്തിന്റെ സൗരഭ്യവാസനയാകും. நாங்கள் தேவனுக்கு கிறிஸ்துவின் நற்கந்தமாயிருக்கிறோம். എന്താണ് സൗരഭ്യവാസന എന്ന് പറയുമ്പോൾ? இந்த நற்கந்தம் என்று சொன்னால் என்ன? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ലോകത്തിൽ സൗരഭ്യവാസനയെ ജീവിക്കണമെന്ന് പറയുമ്പോൾ மீட்டுக் கொள்ளப்பட்ட தேவ ஜனங்கள் இந்த உலகத்திலே நற்கந்தமாய் ஜீவிக்க வேண்டும் என்று சொல்லும் பொழுது ഒരു പുഷ്പം സൗരഭ്യം വിതറുമ്പോൾ ஒரு புஷ்பம் ஒரு பூ அது நன்றாக நற்கந்தம் கொடுக்கும் பொழுது സകല മനുഷ്യർ അതിലേക്ക് ആകർഷിക്കപ്പെടുവാനിടയിൽ எல்லா மனிதர்களும் அதிலே ஈர்க்கப்படுகிறார்கள். ആകെ ഒരു ദൈവമൈതലിനെ സംബന്ധിച്ചിടത്തോളം ஒரு தேவனுடைய பிள்ளையை ஒப்பிட்டு பார்க்கும் பொழுது സൗരഭ്യം വിതറുവാൻ കഴിയുക എന്ന് പറയുമ്പോൾ அவன் நற்கந்தமாய் மாற வேண்டும் என்று சொல்லும் பொழுது ക്രിസ്തുവിന് സാക്ഷിയായി ലോകത്തിൽ ജീവിക്കുക. அவன் கிறிஸ்துவின் சாட்சியாக உலகத்திலே ஜீவிக்க வேண்டும். അവന്റെ ജീവിതത്തിലൂടെ യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കാണിക്കുക. அவனுடைய வாழ்க்கையின் மூலமாகவே இயேசுவை உலகத்துக்கு வெளிப்படுத்த வேண்டும். യേശു ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവങ്ങൾ അവന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കാണിക്കുക. இயேசு கிறிஸ்துவின் அருமையான சுபாவங்கள் அவன் வாழ்க்கையிலே வெளிப்படுத்த வேண்டும். ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. கிறிஸ்தவ வாழ்க்கை நிலவரத்தை கொண்டு நினைத்து பாருங்கள். പാരമ്പര്യമായി ക്രൈസ്തവരെന്ന് അവകാശപ്പെടുന്നവർ താനും பாரம்பரியத்திலே கிறிஸ்தவர் என்று சொல்லிக் கொள்கிற அநேகரும் ഇന്ന് ക്രിസ്തുവിന്റെ നാമത്തിന് ദുർഗന്ധം വമിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. இன்றைக்கு கிறிஸ்துவ நாமத்திற்கு விரோதமாக துர்க்கந்தம் வீசிக் கொண்டிருக்கிறார்கள். ഇവർ ക്രിസ്ത്യാനികളോ എന്ന് ചോദിക്കുമാറ് അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നു. இவர் ஒரு கிறிஸ்தவனா என்று கேட்கக்கூடிய விதத்தில் அவர்கள் ஜீவிக்கிறார்கள். അനേക ക്രിസ്ത്യാനികൾ മദ്യത്തിന് അടിമകളായി ജീവിക്കുന്നു. அநேக கிறிஸ்தவர்கள் மதுபானத்திற்கு அடிமையாக இருக்கிறார்கள். യേശു ജനിച്ചതിന്റെ പേരിൽ തിറപ്പിറവി ആഘോഷിക്കുവാൻ മദ്യത്തെ അവർ ഉപയോഗിക്കുന്നു. இயேசு பிறந்த நாளிலே அதை சந்தோஷிக்கும்படி அநேகர் மதுபானத்தை குடிக்கிறார்கள். യേശു മരിച്ചതിന്റെ പേരിൽ മദ്യപിച്ചവർ സന്തോഷിക്കുന്നു. இயேசு மரித்த நாளையும் நினைத்து மதுபானம் பண்ணுகிறார்கள். അനേക ക്രിസ്ത്യാനികൾ സമൂഹത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്നു. அநேக கிறிஸ்தவர்கள் சமுதாயத்திலே பலவிதமான பிரச்சனைகளை உண்டாக்குகிறார்கள். ദേവാലയങ്ങൾക്കുള്ളിൽ പോലും അവർ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. தேவ ஆலயத்திற்குள்ளாகவே அநேக குழப்பங்களை உண்டாக்குகிறார்கள். അധികാരത്തിന് വേണ്ടി അവർ വടംവലികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. அதற்காகவே அவர்கள் கயிறுகளை இழுக்கிறது போல இழுக்கிறார்கள். വിശുദ്ധ പൗലോസ് എന്താണ് പറയുന്നത്? பரிசுத்த பவுல் என்ன சொல்லுகிறார்? ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ജീവിക്കും. நாங்கள் இயேசுவுக்கு நற்கந்தமாய் ஜீவிப்போம். ഞങ്ങൾ നിമിത്തം യേശുവിന്റെ നാമത്തിന് ഒരു ദോഷം ഈ ലോകത്തിൽ ഞങ്ങൾ വരുത്തത്തില്ല. எங்கள் மூலமாக இயேசுவின் நாமத்திற்கு ஒரு தீமையை நாங்கள் வருத்த மாட்டோம். എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സൗരഭ്യം നമ്മൾ ഈ ലോകത്തിൽ വിതറുന്നത്? எப்படி கிறிஸ்துவின் நற்கந்தத்தை உலகத்திலே கொடுக்க முடியும்? യേശു ക്രിസ്തുവിന്റെ സൗരഭ്യം ലോകത്തിൽ നമുക്ക് എങ്ങനെ വിതറുവാൻ സാധിക്കും? இயேசு கிறிஸ்துவின் நற்கந்தத்தை இந்த உலகத்தில் எப்படி நாம் கொடுக்க முடியும்? ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ஆதியாகமம் 27-ாம் அதிகாரம் 27-ாம் வசனத்தை வாசிக்கும் பொழுது അവിടെ ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. அங்கே ஈசாக்கு யாக்கோபை ஆசீர்வதிக்கிற ஒரு பாதையை நாம் படிக்கிறோம். ഇസ്ഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുമ്പോൾ ஈசாக்கு யாக்கோபை ஆசீர்வதிக்கும் பொழுது അവന്റെ വസ്ത്രത്തിന്റെ വാസന മണത്തു നോക്കുകയാണ്. அவருடைய வஸ்திரங்களின் வாசனையை மோந்து பார்க்கிறார். എന്നിട്ട് ഇസ്ഹാക്ക് യാക്കോബിനെ നോക്കി പറയുകയാണ്, ஈசாக்கு யாக்கோபை பார்த்து சொல்லுகிறார், ഇതാ എന്റെ മകന്റെ വാസന, இதோ என் குமாரனுடைய வாசனை. യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിന്റെ വാസന പോലെ. கர்த்தர் ஆசீர்வதித்த வயல்வெளியின் ஆசீர்வாத வாசனை போல. രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, இந்த ராத்திரி வேளையிலே எங்களை கேட்கிற சகோதர சகோதரிகளே, നമ്മുടെ ജീവിത വസ്ത്രത്തിൽ നിന്ന് സൗരഭ്യം പുറത്തേക്ക് വരട്ടെ. வாழ்க்கையின் வஸ்திரத்திலிருந்து வாசனை புறம்பே வரட்டும். യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയലിന്റെ വാസന നമ്മുടെ വസ്ത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. கர்த்தர் ஆசீர்வதித்த வயல்வெளியின் வாசனை உனக்குள்ளே வெளியே வரட்டும். ഏതാണ് യഹോവ അനുഗ്രഹിച്ചിരിക്കുന്ന വയല്? இந்த கர்த்தர் ஆசீர்வதித்த வயல்வெளி எது? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ யோவான் 4-ாம் அதிகாரம் 35-ாம் வசனத்தை வாசிக்கும் பொழுது നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ലോകത്തിൽ ജീവിക്കുമ്പോൾ நம்முடைய கர்த்தராகிய இயேசு உலகத்திலே ஜீவிக்கும் பொழுது ഒരു വയലിനെ നോക്കി ഇപ്രകാരം പറയുക, ஒரு വയலை பார்த்து இப்படியாக சொல்லுகிறார், നിങ്ങൾ ആ വയലിലേക്ക് നോക്കുവേ, அந்த வயலை பாருங்கள், ഓ കൊയ്ത്തിന് വേണ്ടി വിളഞ്ഞിരിക്കുന്നു. ஓ அறுப்புக்காக விளைந்திருக்கிறது. ഇനി അല്പം കഴിയുമ്പോൾ കൊയ്ത്ത് ആരംഭിക്കാൻ கொஞ்ச പോകുകയാണ്. நாளுக்குள்ளே அறுப்பு தொடங்க போகிறது. കൊയ്ത്തിന് വേണ്ടി വയൽ വിളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നു. அறுப்புக்காகவே வயல் விளைந்திருக்கிறது. എന്താണ് കൊയ്ത്തെന്ന് പറഞ്ഞിരിക്കുന്നത്? அறுப்பு காலம் என்றால் என்ன? നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്. நம்முடைய கர்த்தராகிய இயேசு கிறிஸ்துவின் மறுபடியும் வருகை. കർത്താവ് യേശുവിന്റെ മടങ്ങിവരവിന് വേണ്ടി ഒരു കൂട്ടം ജനം ഒരുങ്ങിയിരിക്കുന്നു. கர்த்தராகிய இயேசு கிறிஸ்துவின் வருகைக்காக அநேக ஜனங்கள் ஆயத்தமாயிருக்கிறார்கள். അങ്ങനെ ഒരുക്കപ്പെട്ടതായ ഒരു
വയലിനെ കുറിച്ചാണ് ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. அப்படி ஆயத்தமாக்கப்பட்டிருக்கிற ஒரு வயல்வெளியை குறித்து தான் இயேசு சொல்லுகிறார். ഏതാണ് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെട്ട ആ വയലെന്ന് പറഞ്ഞിരിക്കുന്നത്? கர்த்தருடைய வருகைக்காக ஆயத்தமாயிருக்கிற வயல் எது? അത് ദൈവത്തിന്റെ സഭയാണ്. இதுதான் தேவ சபை. അപ്പോസ്തോലിക കൂട്ടായ്മയാകുന്നു. இதுதான் அப்போஸ்தலருடைய ஐக்கியம். ദൈവത്തിന്റെ വയല്, ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ വയലാകുന്നു. தேவனுடைய சபை என்று சொல்லும் பொழுது அது தேவனுடைய வயலாய் இருக்கிறது. അപ്പോസ്തലർ 2:42 വാക്യത്തിൽ വായിക്കുന്നു. அப்போஸ்தலர் 2:42 படிக்கும் பொழுது അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് அவர் அப்போஸ்தலர் உபதேசத்திலும் കൂട്ടായ്മ ആചരിച്ചും அந்யோன்யத்திலும் അപ്പം നുറുക്കിയും அப்பம் பிட்டும் പ്രാർത്ഥന കഴിച്ചും ஜெபம் செய்தும் 1-ാം നൂറ്റാണ്ടിലെ ദൈവത്തിന്റെ സഭ, 1ஆம் நூற்றாண்டிலே தேவ சபை, അത് ദൈവ അപ്പോസ്തോലിക സഭയായി കാണപ്പെട്ടു. அது அப்போஸ்தலருடைய சபை. യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ടവര് തെരഞ്ഞെടുക്കപ്പെട്ടവരുമായിരുന്നു സഭയ്ക്കകത്തുണ്ടായിരുന്നു. இயேசு கிறிஸ்துவினாலே அழைக்கப்பட்டவர்களும் தெரிந்து கொள்ளப்பட்டவர்கள் தான் சபைக்குள்ளே இருந்தார்கள். എന്തായിരുന്നു 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? இந்த 1ஆம் நூற்றாண்டு சபையின் விசேஷம் என்ன? എല്ലാവരും സഭയ്ക്കകത്തുണ്ടായിരുന്നില്ല. எல்லாரும் சபைக்குள்ளே இல்லை. ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ, தேவனால் அழைத்து வேறு பிரிக்கப்பட்டவர்கள், യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, இயேசுவினால் தெரிந்து கொள்ளப்பட்டவர்கள். അന്ന് സഭ നടത്തിക്കൊണ്ടിരുന്ന ആരായിരുന്നു? சபை நடத்தினது யார்? അവർ അപ്പോസ്തലന്മാരാൽ നടത്തപ്പെട്ടു. அவர் அப்போஸ்தலரால் நடத்தப்பட்டார்கள். ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ ശ്രേഷ്ഠത എന്തായിരുന്നു? 1ஆம் நூற்றாண்டிலே இந்த அப்போஸ்தலருடைய மேன்மை അവർ என்னவாயிருந்தது? സകലതും വിട്ട് കർത്താവിനെ പിൻഗമിച്ചവരായി. அவர் எல்லாவற்றையும் விட்டு இயேசுவை பின்பற்றினார்கள். എന്റെ പിന്നാലെ വരുവിനെന്ന യേശുവിന്റെ ശബ്ദം അവർ കേട്ടപ്പോൾ, என் பின்னாலே வாருங்கள் என்கிற இயேசுவின் சத்தத்தை கேட்ட பொழுது അവർ സകലതും വിട്ട് കർത്താവിനെ പിൻഗമിച്ചു. அவர் எல்லாவற்றையும் விட்டு ஆண்டவரை பின்பற்றினார்கள். അവൾ ജഡബന്ധങ്ങളൊന്നുമില്ലാതെ ജീവിച്ചവരായി. அவர்கள் மாம்ச தொடர்புகள் ஒன்றுமே இல்லை. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, இயேசு கிறிஸ்து சொன்னார், എന്റെ അടുക്കൽ വരികയും என்னிடத்தில் வந்து അപ്പനെയും தகப்பனையும் അമ്മയെയും தாயையும் സഹോദരനെയും சகோதரனையும் സഹോദരിയെയും சகோதரியையும் സ്വന്തം ജീവനെയും കൂടെ പഹിക്കാത്തവർക്ക് சொந்த ஜீவனை வெறுக்காவிட்டால் എന്റെ ശിഷ്യനായിരിക്കുവാൻ കഴിയത്തില്ല. அவன் எனக்கு சீஷனாய் இருக்க மாட்டான். വിശുദ്ധ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു, பரிசுத்த பவுல் கொரிந்தியருக்கு நிருபம் எழுதும்போது சொன்னார், ഇന്നു മുതൽ ജഡസംബന്ധമായി ഞങ്ങൾ ആരെയും അറിയുന്നില്ല. இன்று முதல் மாம்சத்தின் பிரகாரம் ஒருவனையும் அறியே. ജഡസംബന്ധമായി ബന്ധങ്ങളില്ലാത്തവരായി, மாம்ச பிரகாரம் ஐக்கியம் இல்லாமல் സകലവിധമായ ജഡബന്ധങ്ങളും വിട്ട് எல்லா மாம்ச தொடர்புகளை விட்டுவிட்டு സ്വന്തം ജീവനെയും കൂടെ പകച്ച് சொந்த ஜீவனையும் வெறுத்து കർത്താവിനെ പിൻഗമിച്ച വിശുദ്ധന്മാർ ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ஆண்டவரை பின்பற்றின பரிசுத்தவான்கள் 1ஆம் நூற்றாண்டிலே இருந்தார்கள். അവർ ദൈവരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കി തീർത്തവരായി. அவர்கள் தேவ ராஜ்யத்தின் நிமித்தம் தங்களை அன்னறிகளாக மாற்றிக்கொண்டார்கள். വിവാഹ ജീവിതം വേണ്ട എന്നവർ തീരുമാനിച്ചു. விவாக வாழ்க்கை வேண்டாம் என்று ഈ தீர்மானித்தார்கள். അപ്പോസ്തലന്മാരായിരുന്നു ആദിമ നൂറ്റാണ്ടിൽ ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് இந்த പറഞ്ഞിരിക്കുന്നു. அப்போஸ்தலர்கள் தான் 1ஆம் நூற்றாண்டிலே தேவ சபைக்கு அஸ்திவாரம். ഇന്ന് രാത്രി ഈ സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുമ്പോൾ இந்த இரவேளையிலே சுவிசேஷத்தை உங்களுக்கு அறிவிக்கும் பொழுது നമ്മുടെ സഭ ഏതാണ്ട് 100 വർഷം പിന്നിട്ടിരിക്കും. நம்முடைய சபை 100 வருடத்தை தாண்டி இருக்கிறது. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലിക പ്രതിഷ്ഠ എന്ന ആശയത്തിലാണ് ഈ വേല വിശുദ്ധന്മാർ ആരംഭിച്ചത്. 1ஆம் நூற்றாண்டிலே அப்போஸ்தலர்களுடைய பிரதிஷ்டை என்கிற நோக்கத்தோடு இந்த சபை ஆரம்பிக்கப்பட்டது. ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലിക പ്രതിഷ്ഠയും വിശ്വാസ ജീവിതം എന്ന ആശയത്തോടെ പാസ്റ്റർ പോൾ എന്ന ഭക്തനാൽ ഈ വേല ആരംഭിക്കുവാൻ 1ஆம் நூற்றாண்டிலே ஜீவித்த அப்போஸ்தலருடைய பிரதிஷ்டையை போலவே இந்த ஊழியமானது நம்முடைய அருமையான பாஸ்டர் போல் அவர்களால் ஆரம்பிக்கப்பட்டது. പാസ്റ്റർ പോൾ ഒരു ഹൈന്ദവനായ യുവാവായിരുന്നു. பாஸ்டர் போல் அவர்கள் அவர் இந்து மார்க்கத்தில் இருந்தார்கள். ഒരു ബാലനായിട്ട് താൻ ഇരിക്കുമ്പോൾ ஒரு வாலிபனாய் இருக்கும் பொழுது ഒരു രാത്രി തനിക്ക് ഒരു ദർശനമുണ്ടായി. இரவிலே ஒரு தரிசனம் உண்டாயிற்று. തന്റെ പേര് രാമൻകുട്ടി എന്നായിരുന്നു. தன்னுடைய பெயர் ராமன் குட்டியாய் രാത്രി വന്ന് തന്നെ രാമൻകുട്ടി എന്ന് ആരോ വിളിക്കുന്നു. இரவிலே வந்து ராமன் குட்டி என்று யாரோ அவர் 3 அழைக்கிறார். പ്രാവശ്യം വിളിച്ചപ്പോൾ നീ ആരാകുന്നു ചോദിച്ചു. 3 முறை அழைத்த பொழுது யார் நீங்கள் என்று கேட்டார். ഞാൻ യേശുവാകുന്നു എന്ന് മറുപടി പറഞ്ഞു. நான் இயேசு என்று மறுபடி ആ சொல்லப்பட்டது. ശബ്ദം രാമൻകുട്ടിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. அந்த சத்தமானது பாஸ்டர் ராமன்குட்டியுடைய வாழ்க்கையை மாற்றிவிட்டது. രാമൻകുട്ടിയുടെ 14ാമത്തെ വയസ്സില് அந்த பாஸ்டர் ராமன்குட்டியுடைய 14வது வயதில் ഞാൻ ജോലി സംബന്ധമായിട്ട് സിലോണിലേക്ക് കടന്നുപോയി. தன் வேலை நிமித்தமாக சிலோன் தேசத்துக்கு போனார். അവിടെ ഡോക്ടർ അസ്രപ്പ എന്ന് പറയുന്ന ഒരു ധനാഠ്യന്റെ വീട്ടിൽ ചെല്ലുവാൻ ഇടയായി. அங்கே டாக்டர் அஸ்ரதா என்கிறதான ஒரு ஐஸ்வர்யமான வீட்டுக்குள்ள போனார். താൻ അവിടെ നിന്ന് ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ அங்கிருந்து வேலை செய்கிறதான வேலையில் തന്റെ ജീവിതത്തിന്റെ അഭിലാഷം താൻ വെളിപ്പെടുത്തി.
வெளிப்படுத்தி தன்னுடைய வாழ்க்கையின் காரியத்தை எதிர்பார்ப்பை வெளிப்படுத்தி എനിക്കൊരു ക്രിസ്തീയ പുരോഹിതനായി തീരണം, எனக்கு ஒரு கிறிஸ்துவ ஆசாரியனாய் மாற வேண்டும். തന്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് தன்னுடைய வாஞ்சையை புரிந்து கொண்டு തന്റെ കോട്ടയം CMS സെമിനാരിയിലേക്ക് അയച്ചു. அவரை கோட்டையில் CMS இருக்கிற இடத்துக்கு அனுப்பினார்கள். അവിടെ 2 വർഷം പോയി ദൈവവചനം അഭ്യസിപ്പിച്ചു. அங்க 2 வருடத்தை தேவவசனத்தை படித்தார். അതിനുശേഷം താൻ സിനോഡിലേക്ക് മടങ്ങി വന്നു. மறுபடியும் ஸ்ரீலங்கா தேசத்திற்குள் போனார். അവിടെ CMS സഭയുടെ മലയാളം മിഷന്റെ ചുമതലക്കാരനായി മാറ്റപ്പെട്ടു. அங்கே CM சபையுடையதான மலையாளத்தை சொல்லுகிறதான ஒரு நடத்திப்புகாரனாய் மாற்றப்பட்டார். ഒരു ചെറിയ ശമ്പളം തനിക്കുണ്ടായിരുന്നു. ஒரு ചെറിയ சம்பளம் இருந்தது. CMS സഭയിലെ ശുശ്രൂഷകനായി താൻ സേവനം അനുഷ്ഠിക്കുമ്പോൾ அந்த சபையிலே ஊழியம் செய்கிறதான வேளையில் തന്റെ ആത്മീയ ജീവിതത്തിൽ യാതൊരു വളർച്ചയും ഉണ്ടാകുന്നില്ല. ஆவிக்குரிய வாழ்க்கையிலே வளர்ச்சியே இல்லை. ആത്മീയ ജീവിതത്തിൽ യാതൊരു സന്തോഷവുമില്ല. வாழ்க்கையிலே எந்த சந்தோஷம் இல்லை. ജീവിതത്തിൽ മടിപ്പും മുരടിപ്പും അനുഭവിക്കുവാൻ തുടങ്ങി. തന്റെ வாழ்க்கையிலே மிகவும் சலிப்பை அவர் உணர்ந்து கொண்டார். തന്റെ സഹപാഠിയായ ഒരു ജേക്കബ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു. தன்னுடைய உடன் ஊழியராகிய ஜேக்கப் என்கிற ஒரு பாஸ்டர் இருந்தார். സങ്കടങ്ങൾ മുഴുവനും ജേക്കബിനോട് താൻ പങ്കുവെച്ചു. தன்னுடைய வேதனை எல்லாம் அவரோடு ஜேக்கப்போடு சொல்லி இருக்கிறார். അവർ ഇരുവരും തമ്മിൽ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. இருவரும் சேர்ந்து ஜெபிக்க தொடங்கினார்கள். ആ കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയിൽ നിന്ന് 2 മിഷണറിമാർ കൊളംബിലെത്തി. அந்த நாட்களிலே ஆஸ்திரேலியா தேசத்திலிருந்து 2 மிஷனரிமார்கள் கொலம்பியா தேசத்திலே வந்தார்கள். ഒന്ന് പാസ്റ്റർ ഇമ്മാനുവേൽ, முதலாவது பாஸ்டர் இம்மானுவேல், 2 പാസ്റ്റർ ടോഡ്, இரண்டாவது பாஸ்டர் ടോഡ്. അവർ വന്ന് ശ്രീലങ്കയിൽ ഉണർമീറ്റിംഗ് സംഘടിപ്പിച്ചു. அவர்கள் இந்த சீலோன் தேசத்திலே அவர் எழுப்புதல் கூட்டத்தை நடத்தினார்கள். അവർ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു. உபவாச ஜெபத்தை தொடங்கினார்கள். പാസ്റ്റർ പോൾ ഉപവാസ പ്രാർത്ഥനയിൽ പോയി സംബന്ധിച്ചു. பாஸ்டர் போல் அவர்கள் உபவாச ஜெபத்திலே போய் பங்கெடுத்தார். അതിന്റെ അവസാനത്തെ ദിവസം கடைசி நாளிலே ദൈവം തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തു. தேவன் அவரை பரிசுத்த ஆவியினால் அபிஷேகம் செய்தார். ഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങി. அவர் അന്യ ഭാഷയിലെ பேசத் தொடங்கினார். തന്റെ ജീവിതത്തിൽ ആഹ്വാന മാറ്റം സംഭവിച്ചു. தன்னுடைய வாழ்க்கையிலே ஒரு பெரிய மாற்றம் உண்டாயிற்று. പാസ്റ്റർ പോൾ അനുഭവത്തെ കുറിച്ച് പറയുന്നത്, பாஸ்டர் போல் அவருடைய அனுபவத்தை சொல்லுகிறார். പാലും തേനും ഒഴുകുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. പാലും തേനും ഒഴുകുന്ന അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. பாலும் தேனும் ஒழுகிற அனுபவம் என் வாழ்க்கையிலே உண்டாயிற்று. CMS സഭയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. அந்த CM சபையில் இருக்கிறதான தொடர்பை துண்டித்தார். ഞാൻ എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിച്ചു. ஆண்டவரே நான் என்ன செய்ய வேண்டும் என்று கேட்டார். അവർ ഉപവാസമെടുത്ത് ദൈവത്തോട് പ്രാർത്ഥിച്ചു. அவர் உபவாசம் எடுத்து தேவனோடு ஜெபித்தார். കർത്താവ് പാസ്റ്റർ പോളിന്റെ അരികിലെത്തി. கர்த்தர் பாஸ்டர் பாலனத்தில் கிட்டே வந்தார். പോളെ, നീ വാസ്തവമായിട്ട് നീ എന്നെ പിൻഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, போல் அவர்களே பாஸ்டர் போல் அவர்களை நீ என்னை பின்பற்ற விரும்புவாயா? 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരെ നീ നോക്ക്. 1-ാം நூற்றாண்டில் அப்போஸ்தலரை நோக்கி பார். അവർ തങ്ങൾക്കുള്ള സകലതും വിട്ട്, அவர்களுக்குரிய எல்லாவற்றையும் விட்டு അവർ എന്നെ അനുഗമിച്ചില്ലേ? அவர் என்னை നീ பின்பற்றினார். വാസ്തവമായിട്ട് എന്നെ പിൻഗമിക്കുവാൻ நீ ആഗ്രഹിക്കുന്നെങ്കിൽ, உண்மையாகவே என்னை பின்பற்ற விரும்புவாயா? നീ എല്ലാം വിട്ട് എന്റെ പിന്നാലെ വരുവാൻ. எல்லாவற்றையும் விட்டு எனக்கு பின்னாக வா. പാസ്റ്റർ പോൾ സകലതും വിട്ട് കർത്താവിനെ പിൻഗമിച്ചു. பாஸ்டர் போல் அவர்கள் எல்லாவற்றையும் விட்டு கர்த்தரை பின்பற்றினார்கள். 12 രൂപയ്ക്ക് കൊളംബിലൊരു വീട് വാടകയ്ക്ക് എടുത്തു. 12 ரூபாய்க்கு கொலம்பில் ஒரு வீடு வாடகை ഈ எடுத்தார். സുവിശേഷ വേല അവിടെ ആരംഭിച്ചതോ. இந்த சுவிசேஷம் அங்கே ஆரம்பிக்கப்பட்டது. 2024 വർഷത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ, இந்த 2024 வருடத்திலே கடந்து வந்திருக்கும் பொழுது 50-ലധികം രാജ്യങ്ങളില്, உலகத்தின் 50 அதிக ராஜ்யத்திலே ലക്ഷം വിശ്വാസികളോ, அத்தனையோ லட்ச விசுவாசிகள், 10,000കണക്കിന് സുവിശേഷ പ്രവർത്തകരുമായി, 10,000കണക്കിന് സുവിശേഷ പ്രവർത്തകരുമായി 10,000 ஊழியர்கள் கொண்டு ഈ ദൈവത്തിന്റെ വേല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. இந்த ஊழியம் இப்படியாக முன்னேறி சென்று கொண்டிருக்கிறது. എന്താണ് ഈ വേലയുടെ ഉദ്ദേശം? இந்த ஊழியத்தின் மேன்மை என்ன? ഏത് മനുഷ്യനെ ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി, எந்த மனுஷனையும் கிறிஸ்துவில் தேறினவனாக மாற்ற வேண்டும். എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ, என்னை கேட்கிற சகோதர சகோதரிகளே, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. நம்முடைய வாழ்க்கையிலே ஒரு நோக்கம் உண்டு. നമ്മുടെ കർത്താവിന്റെ വരങ്ങൾ നമുക്ക് എടുക്കപ്പെടണം. நம்முடைய கர்த்தர் வருகை எடுக்கப்பட வேண்டும். കർത്താവ് അനുഗ്രഹിച്ച വയലിന്റെ വാസന നമ്മുടെ ജീവിതത്തിൽ கர்த்தர் ஆசீர்வதித்த വയൽവെളിയിൽ വാസന ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. தேவனுடைய வாழ்க்கையை நமக்கு ஒப்பு கொடுப்போம். ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. இந்த வசனங்களால் தேவன் நம்மை ஆசீர்வதிப்பாராக.